ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മുടെ നൗൺസിൻ്റെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ടോപ്പിക്കായ ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്തു. ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു, ചെയ്ത് നോക്കിയിട്ടുണ്ട്, മനസ്സിലായി എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് മീ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാർട്സ് ഓഫ് സ്പീച്ചിൽ തന്നെ ഫസ്റ്റ് വൺ ആയ നൗണിനാണ്. നൗണിൻ്റെ പ്രത്യേകത നമ്മൾ ആദ്യമേ തന്നെ ആലോചിക്കാം. നൗൺ എന്ന് പറയുന്ന വാക്ക്, നമ്മൾ സാധാരണ പറയുന്ന നൗണും പ്രോനൗണുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ, നാമങ്ങൾ അല്ലെങ്കിൽ സർവ്വനാമങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഇവയാണ് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. അതുപോലെ ഇവയെ തന്നെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പം മേജറായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഒരു സെന്റൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ആയിട്ടും ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് നൗൺ എന്ന് പറയുന്നത്. പ്രോനൗൺ ഇതുപോലെ തന്നെയാണ്. നൗൺ ഇല്ലാത്ത പക്ഷം, നൗണാണ് മെയിൻ, നൗൺ ഇല്ലെങ്കിൽ നൗണിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു പ്രോനൗൺ ഉപയോഗിക്കും. നമ്മളൊരു വ്യക്തിയുടെ പേരായിക്കോട്ടെ, സ്ഥലത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേര്, അല്ലേ, അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു ഐഡിയ, എന്തെങ്കിലും ഒരു ഐഡിയ, ഒരു മാറ്ററിൻ്റെ പേര്, അല്ലേ, എന്തെങ്കിലും ഒരു നമ്മുടെ ഫീലിങ്സിൻ്റെ, അല്ലേ, ആ ഫീലിങ്സിനെ പറ്റി പറയണം. ആ ഫീലിങ്സിൻ്റെ പേരെല്ലാം എന്താണ്, പേര് കൊടുക്കുന്നത്. നമ്മൾ പേരിട്ടപ്പോൾ ഇന്ന ഒരു വികാരത്തിന്, ഒരു ഇമോഷനൊരു പേരിടാണ്, ആങ്കർ അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്നുള്ളതെല്ലാം എന്താണ്, നൗണിൽ പെടുന്നതാണ്. നമ്മളിരുന്ന പേരുകൾക്ക് പറയുന്ന പേരാണ് നൗൺ എന്ന് പറയുന്നത്. നൗണിൻ്റെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ടൈപ്സ് ഓഫ് നൗൺസ്, അതുപോലെ തന്നെ നൗണിലെ തന്നെ കുറച്ച് ഡിഫറെൻറ്റ്, ഓരോ നൗൺ വരുമ്പോൾ എങ്ങനെയാണ് സബ്ജക്റ്റ് അനുസരിച്ച് വരുന്ന വെർബുകളുടെ യൂസേജ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺ നോക്കും. ജെൻഡർ, നൗണിൻ്റെ ജെൻഡർ, നൗണിൻ്റെ നമ്പർ ആൻഡ് നൗണിൻ്റെ കേസ്, ഈ 3 കാര്യങ്ങളുമാണ് മെയിനായിട്ട് നമ്മൾ നൗണിൽ നോക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നൗൺ എന്ന ചാപ്റ്ററിലോട്ട് പോകാം. ഓക്കെ, അപ്പം നൗൺ ഞാൻ പറഞ്ഞ പോലെ പേരാണ്, അതിൽ ആദ്യമേ തന്നെ ഓർക്കാം. സാധാരണഗതിയിൽ നമ്മൾ നൗണിനെ രണ്ടായിട്ട് തരംതിരിച്ചാൽ അത് നമുക്ക് പറയാം, അബ്സ്ട്രാക്റ്റ് നൗണും അതുപോലെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കാം. അബ്സ്ട്രാക്റ്റ് നൗണും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, സോളിഡ് ആയിട്ടുള്ള നൗണും ഉണ്ട്. 2 നൗണുകളിൽ നമുക്ക് കറക്റ്റായിട്ട് തരംതിരിക്കുമ്പോൾ, 2 നൗണുകൾ, കോൺക്രീറ്റ് നൗണിനെ അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് നൗണായിട്ട് 2, കോൺക്രീറ്റ് നൗണിനെയാണ് സോളിഡ് നൗൺ നമ്മൾ പറയുന്നത്. തരംതിരിക്കുമ്പോൾ കോൺക്രീറ്റ് നൗണിനെ തന്നെ വീണ്ടും തരംതിരിവുണ്ട്. ഈ പറയുന്ന പ്രോപ്പർ നൗണ്, കോമൺ നൗണ്, മെറ്റീരിയൽ നൗൺ, കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പ്രോപ്പർ നൗണ്, കോമൺ നൗണ്, കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നതിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് കോൺക്രീറ്റ് നൗൺ. കോൺക്രീറ്റ് നൗൺ ആണ്. എന്നാൽ രണ്ടാമത്തെ കക്ഷിയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. രണ്ടിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസേജ് ഉണ്ട്. പ്രോപ്പർ നൗൺ നമ്മൾ ആർട്ടിക്കിൾ പഠിച്ച സമയത്ത് നമ്മൾ കണ്ടായിരുന്നു, ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പർ നൗൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ നൗണിൻ്റെ കൂടെ നമ്മൾ എന്തിട്ട് കൊടുക്കാറില്ല, ആർട്ടിക്കിൾ ഇട്ട് കൊടുക്കാറില്ല. ഞാൻ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരെണ്ണമേ ഉള്ളൂ, അപ്പോൾ അതിന് നമ്മൾ പേര് അതിൻ്റെ കൂടെ ആർട്ടിക്കിൾ ഇട്ട് കൊടുക്കാറില്ല. അതാണ് പ്രോപ്പർ നൗണിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞത്. പിന്നെ എക്സെപ്ഷണൽ കേസുകളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. കോമൺ നൗണുകളുടെ കൂടെയാണ്, സിംഗുലറായ കൗണ്ടബിൾ ആയ കോമൺ നൗണുകളുടെ കൂടെയാണ് നമ്മൾ എയും ആനും ഇട്ട് കൊടുക്കുക എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ സ്പെസിഫിക് ആണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്തിട്ട് കൊടുക്കും, ദ ഇട്ട് കൊടുക്കും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ നൗൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിളിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ ബോയ് അല്ലെങ്കിൽ സിറ്റി, കൺട്രി, അത്ലീറ്റ്, പ്ലാനറ്റ്, അങ്ങനെ ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുന്ന നൗണുകളെ നമുക്ക് കോമൺ നൗൺ പേര് പോലെ തന്നെ ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുന്ന നൗണുകളാണ് കോമൺ നൗൺ. പ്രോപ്പർ നൗൺ ആകുമ്പോൾ ഒരു വ്യക്തിയുടെ പേര്, ഇപ്പോൾ വിനയ്, ഒരു സ്ഥലത്തിൻ്റെ പേര് പഞ്ചാബ്, അല്ലേ, അല്ലെങ്കിൽ യൂറപ്പ്, ഇന്ത്യ, ഓസ്ട്രേലിയ, കോണ്ടിനെൻ്റ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ സാനിയ മിർസ എന്ന് എഴുതിയതാണ്, പക്ഷേ സ്പെല്ലിങ് മാറിപ്പോയിട്ടോ. എഴുതി വന്നപ്പോൾ അറിയാതെ കയ്യിൽ നിന്ന് പോയതാണ്, ഓടിപ്പിടിച്ച് എഴുതിയതാണ്, അപ്പം മാറിപ്പോയതാണ്, അയ്യയും മാറിപ്പോയതാണ്. സാനിയ മിർസ, എർത്ത്, ഇതൊക്കെ എന്ത് പെടുന്ന, പ്രോപ്പർ നൗണിൽ പെടുന്നതാണ്. പിന്നെ ഉള്ളതാണ് മെറ്റീരിയൽ നൗൺ. അത് നമ്മൾ കഴിഞ്ഞ ആർട്ടിക്കിളിൻ്റെ സമയത്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നല്ലേ. മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്തുക്കൾ, എന്ത് വെച്ച് നിർമ്മിച്ചു, റോ മെറ്റീരിയൽ എന്താ, ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ, പ്ലാസ്റ്റിക്, ക്ലോത്ത്, അയൺ, പേപ്പർ പോലെയുള്ള മെറ്റീരിയലുകൾ, ടീ മെറ്റീരിയല, കോഫി മെറ്റീരിയല, ഈ മെറ്റീരിയലുകളൊക്കെ നമുക്ക് പറയാം മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്ന കാറ്റഗറിയുടെ കീഴിൽ വരും. പിന്നുള്ള നൗണാണ് കളക്റ്റീവ് നൗൺ. കളക്ഷൻ, ഒരു ഗ്രൂപ്പാണത്. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ്. എന്തിൻ്റെ ഗ്രൂപ്പാണ്,
കോമൺ നൗണുകളുടെ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? കളക്റ്റീവ് നൗൺ എന്ന് വിളിക്കാം. കോമൺ ആയ കുറേ നൗണുകൾ, ജനറൽ ആയ കുറേ നൗണുകൾ കൂടി ചേർന്ന് വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ഇത്. ഫ്ലോക്ക്, ഷീപ്പിന്റെ കൂട്ടത്തിന് ഫ്ലോക്ക് എന്ന് പറയും. അതുപോലെ ടീം, പ്ലെയേഴ്സിന്റെ കൂട്ടത്തിന് നമ്മൾ ടീം എന്ന് പറയും. ഹേർഡ്, ആനിമൽസിന്റെ കൂട്ടത്തിന് നമ്മൾ ഹേർഡ് എന്ന് പറയും. പാർലമെന്റ്, ഔൾസ്, മൂങ്ങകളുടെ കൂട്ടത്തിന് നമ്മൾ പാർലമെന്റ് എന്ന് പറയാം. സ്കൂള്, സ്റ്റുഡൻസിന്റെ കൂട്ടത്തിന് നമ്മൾ എന്ത് പറയും? ക്ലാസ് എന്ന് പറയും അല്ലേ. സ്കൂള് എന്തിന്റെ കൂട്ടമാണ്? ഫിഷിന്റെ കൂട്ടം, അല്ലെങ്കിൽ ഷോൾ എന്ന് പറയും. രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഷോളും ഉണ്ട്, അതുപോലെ സ്കൂൾ അല്ലെങ്കിൽ ഷോൾ, ഇത് രണ്ടുമാണ് നമ്മൾ പറയാറ്. ഷോൾ അല്ലെങ്കിൽ സ്കൂൾ, ഇത് രണ്ടുമാണ് കളക്റ്റീവ് നൗൺ ഓഫ് ഫിഷ് എന്ന് പറയുന്നത്. പിന്നെ അബ്സ്ട്രാക്ട് നൗൺ, അത് ഞാൻ പറഞ്ഞല്ലോ. കോൺക്രീറ്റ് നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ കാണാനോ കേൾക്കാനോ ടച്ച് ചെയ്യാനോ, അല്ലെ ടാഞ്ചിബിൾ, 5 സെൻസ് ഉണ്ട് നമുക്ക് ടച്ച് ചെയ്യാൻ. ഒന്നുകിൽ ടച്ച് ചെയ്യാൻ പറ്റും, ടാഞ്ചിബിൾ ആയിരിക്കണം, അല്ലെ കാണാൻ പറ്റണം നമുക്ക്, അല്ലെ കേൾക്കാൻ പറ്റണം, അല്ലെ നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റണം, അല്ലേ ഇതിൽ, അല്ലെങ്കിൽ നമുക്ക് ഈറ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്യാൻ പറ്റണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് പറ്റുമെങ്കിൽ, 5 സെൻസിൽ ഏതെങ്കിലും ഒന്ന് പറ്റുമെങ്കിൽ നമുക്കതിനെ കോൺക്രീറ്റ് നൗൺ എന്ന് വിളിക്കാം. ഇതൊന്നും പറ്റില്ല, നമ്മൾ പറയുന്ന ഒരു ഫീലിങ്സിന്റെ പേരാണ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ആങ്കർ, അല്ലെങ്കിൽ ഹാപ്പിനെസ്, ജോയ് പറയില്ലേ, സന്തോഷം, അഡ്വൈസ്, ഉപദേശം, ഫോർഗിവ്നെസ്, ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്ന വികാരങ്ങളുടെ പേര്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിന്റെ പേര് കൊടുക്കുമ്പോൾ അതൊക്കെ അബ്സ്ട്രാക്ട് നൗണുകളുടെ കീഴിൽ പെടുന്ന. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് മനസ്സിലാക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അബ്സ്ട്രാക്ട് നൗണുകളും കളക്റ്റീവ് നൗണും മെറ്റൽ നൗണും ഒക്കെ വ്യത്യാസം അറിയേണ്ടത് എന്തുകൊണ്ടാണ്? ഇതറിഞ്ഞാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഏതൊക്കെ നൗണുകളുടെ കൂടെ ആർട്ടിക്കിൾ ഇട്ട് കൊടുക്കാം, ഏതൊക്കെ നൗണുകളുടെ ആർട്ടിക്കിൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. നമുക്കറിയാം മെറ്റീരിയൽ നൗണുകളുടെ കൂടെ സ്പെസിഫിക് ആയിട്ടൊന്നും എടുത്ത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിലൂടെ ആർട്ടിക്കിൾ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അബ്സ്ട്രാക്ട് നൗണുകളുടെ നമുക്ക് ആർട്ടിക്കിൾ ഇട്ട് കൊടുക്കാൻ പറ്റില്ല സ്പെസിഫിക് ആയിട്ട്. ഇപ്പോൾ വുഡ് കട്ടറിന്റെ ഓണസ്റ്റി എന്ന് എടുത്ത് പറഞ്ഞാൽ എനിക്ക് ദ ഓണസ്റ്റി വുഡ് കട്ടർ പറയാം. അല്ലാത്ത പക്ഷം ദി ആങ്കർ എന്നോ ദി അഡ്വൈസ് എന്നോ നമ്മൾ കൊടുക്കില്ല. കാര്യം അബ്സ്ട്രാക്ട് നൗണുകളോട് നമ്മൾ എന്ത് കൊടുക്കില്ല? ആർട്ടിക്കിൾ കൊടുക്കില്ല. ഈ അബ്സ്ട്രാക്ട് നൗണും അതുപോലെ മെറ്റീരിയൽ നൗണിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് രണ്ടിനും ഒരു പ്രത്യേകത ഉണ്ട്, അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഈ രണ്ട് നൗണുകളുടെ പ്രത്യേകത എന്താ? ദേ ആർ അൺകൗണ്ടബിൾ. ഇവര് അൺകൗണ്ടബിൾ ആണ്, എണ്ണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ നമ്മൾ എ അല്ലെങ്കിൽ ആൻ ഇട്ട് കൊടുക്കില്ല, അല്ലേ? ഈ അബ്സ്ട്രാക്ട് നൗണും അതുപോലെ തന്നെ മെറ്റീരിയൽ നൗണും അൺകൗണ്ടബിൾ നൗണാണ്. അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ നമുക്ക് ഒരിക്കലും എന്ത് ഇട്ട് കൊടുക്കാൻ പറ്റില്ല? എ അല്ലെങ്കിൽ ആൻ, എന്താ പറയാ, നമ്മുടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് നമ്മൾ ഇട്ട് കൊടുക്കില്ല. അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ടൈപ്സ് ഓഫ് നൗൺസ് അറിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആർട്ടിക്കിൾസിനെ പറ്റി പറയും. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് നൗൺസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്ക് വരുന്ന അഡ്ജക്റ്റീവ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാര്യം നൗണ് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം, നൗണിൻ്റെ ഡീറ്റെയിൽ ആണ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ആയിട്ടാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന സംഗതി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന നൗൺസ് എന്തെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ടൈപ്സ് ആദ്യമേ തന്നെ പറയും, കോൺക്രീറ്റ് നൗൺ ഉണ്ട്, അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് നൗൺ ഉണ്ട്. കോൺക്രീറ്റ് നൗണിനെ വീണ്ടും എന്തായിരിക്കുമ്പോഴാണ് പ്രോപ്പർ കോമൺ മെറ്റീരിയൽ കളക്റ്റീവ് നൗൺ എന്താണെന്നൊരു ഐഡിയ നമുക്ക് വേണം. അതൊരു ബേസിക് ഐഡിയ കേട്ടോ. ഇത് നമുക്ക് ബേസിക് ഐഡിയ ആണ്, എന്താണ് ഇവ എന്നുള്ള ഐഡിയ. അതിനുശേഷം ഇനി നമുക്ക് ഇവയുടെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് കൂടെ നോക്കാം. ഇനി ആദ്യത്തെ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൗൺ ആൻഡ് നമ്പർ ആണ്. നൗൺ ആൻഡ് നമ്പർ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. എണ്ണത്തിന്റെ ബേസിസിൽ, എണ്ണാൻ പറ്റുന്നതിന്റെ ബേസിസിൽ നമുക്ക് നൗണിനെ രണ്ടായിട്ട് തരംതിരിക്കാം. കൗണ്ടബിൾ നൗണും ഉണ്ട്, അൺകൗണ്ടബിൾ നൗണും ഉണ്ട്. നമുക്കറിയാമല്ലേ, കൗണ്ടബിൾ ഉണ്ട്, അൺകൗണ്ടബിൾ ഉണ്ട്. കാരണം ആർട്ടിക്കിൾ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ എപ്പോഴും കൗണ്ടബിൾ ആയ സിംഗുലറായ നൗണിന്റെ കൂടെ ഉപയോഗിക്കുള്ളൂ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ SCN ഞാൻ പറഞ്ഞിരുന്നു. നൗൺ ആയിരിക്കണം, സിംഗുലർ ആയിരിക്കണം, കൗണ്ടബിൾ ആയിരിക്കണം. അപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗണും ഉണ്ട്, അല്ലേ? ഇപ്പോൾ കണ്ട മെറ്റീരിയൽ നൗൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അൺകൗണ്ടബിൾ നൗണിന്റെ കീഴിൽപ്പെടുന്ന. അതുപോലെ അബ്സ്ട്രാക്ട് നൗൺ അൺകൗണ്ടബിൾ നൗണിന്റെ കീഴിൽപ്പെടുന്നതാണ് നമ്മൾ പറഞ്ഞു, അല്ലേ? എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുത്ത് പറയാം, അബ്സ്ട്രാക്ട് നൗൺസും അതുപോലെ തന്നെ മെറ്റീരിയൽ നൗണും. കൗണ്ടബിൾ നൗൺ എണ്ണാൻ പറ്റും, അല്ലേ? കൗണ്ടബിൾ നൗൺ എണ്ണാൻ പറ്റും. അതിന് സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഞാൻ ഈ പറയുന്ന കൗണ്ടബിൾ നൗണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഞാൻ ഇപ്പോൾ ബോട്ടിൽ എന്ന് പറഞ്ഞു, ബോട്ടിൽ, എനിക്കതിൻ്റെ പ്ലൂറൽ ഇട്ട് കൊടുക്കാം, അല്ലേ? ബോക്സ് എന്ന് പറഞ്ഞു, എനിക്കതിന് പ്ലൂറൽ ഇട്ട് കൊടുക്കാം. എനിക്കത് പ്ലൂറൽ വരുമ്പോൾ എന്ത് കൊടുക്കും? ബോട്ടിലൂടെ S ഇട്ട് കൊടുത്താൽ പ്ലൂറലായി ബോട്ടിൽസ്. ബോക്സിനോട് ES ഇട്ട് കൊടുത്താൽ അതിന് പ്ലൂറലായി. അത്രേ ഉള്ളൂ. കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെ, എണ്ണാൻ പറ്റുന്ന സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. മനസ്സിലായോ? ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, പക്ഷെ അതേ സമയത്ത് അൺകൗണ്ടബിൾ നൗൺ എന്താ പ്രത്യേകത? ദേ ആർ ഓൺലി സിംഗുലർ. അവർ സിംഗുലർ മാത്രമേ ഉള്ളൂ, സിംഗുലർ മാത്രമേ ഉള്ളൂ. അൺകൗണ്ടബിൾ നൗൺ എണ്ണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ എന്നുള്ളത് നമ്മൾ പറയില്ല, അതിനെ അങ്ങനെ പറയില്ല, സിംഗുലർ ഫോമിൽ മാത്രമേ അതിനെ പറയുള്ളൂ. പക്ഷേ അതേ സമയത്ത് കൗണ്ടബിൾ നൗൺ ആകുമ്പോൾ അതിനെന്തുണ്ട്? ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ. സിംഗുലറും ഉണ്ട് അതിന്,
പ്ലൂറൽ ഫോമുലേഷനും ഉണ്ട്. അതാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. കൗണ്ടബിൾ എണ്ണാൻ പറ്റുമ്പോൾ സിംഗുലർ ഉണ്ട് പ്ലൂറലും ഉണ്ട്. അൺകൗണ്ടബിൾ നൗൺ ആകുമ്പോൾ എണ്ണാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഒരു സിംഗുലർ ഫോമിൽ മാത്രമേ നിൽക്കുള്ളൂ. എക്സാമ്പിൾ അബ്സ്ട്രാക്ട് നൗണും അതുപോലെ മെറ്റീരിയൽ നൗൺ. ഓക്കെ, നമുക്ക് അതിൻ്റെ ലിസ്റ്റ് തന്നെ ഇതിൽ തന്നെ ഉണ്ട്, നോട്ടായിട്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് തരുന്നുണ്ട്. ഏതൊക്കെയാണ് കൗണ്ടബിൾ നൗൺസ് ആണ്, ഏതൊക്കെയാണ് അൺകൗണ്ടബിൾ നൗൺ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതിൽ തന്നെ നോക്കി പറയാൻ പറ്റും കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ അടുത്തിലോട്ടോ സെറ്റ് നോക്കാം. ഇനി നമ്മൾ ഓരോ പറഞ്ഞ കൗണ്ടബിൾ നൗൺസിലോട്ട് പോട്ടോ. സിംഗുലർ നൗണുകൾ എക്സാമ്പിൾ കാണിച്ചു തരാം. കൗണ്ടബിൾ നൗണിൽ തന്നെ സിംഗുലർ നൗൺസിന് എക്സാമ്പിൾ കാണിച്ചു തരാം. സബ്ജക്റ്റുകളുടെ പേര്, ഗെയിംസിൻ്റെ പേര്, ഡിസീസസിൻ്റെ പേര്, ബുക്സിൻ്റെ മൂവീസിൻ്റെ ഒക്കെ പേരില്ലേ, ടൈറ്റിൽ, ബുക്കിൻ്റെ ഒക്കെ ടൈറ്റിലില്ലേ, അല്ലെങ്കിൽ മൂവീസിൻ്റെ ഒക്കെ ടൈറ്റിലില്ലേ, ഓർഗനൈസേഷൻ്റെ ഒക്കെ ടൈറ്റിലല്ലേ, അതൊക്കെ ഒറ്റ പേരാ അല്ലേ. അത് പല ഇതായിട്ട് കിടക്കുമെങ്കിലും പല വേർഡ്സ് ആയിട്ട് കിടക്കുമെങ്കിലും ഒറ്റ പേരാ. മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകളാണ് അല്ലേ. നമ്മൾ പറയും ഇംഗ്ലീഷ് എന്ന് പറയുന്നതും മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് സബ്ജക്റ്റായിട്ട് നമ്മൾ കൂട്ടില്ല. മറ്റ് സബ്ജക്റ്റുകളായ ഇപ്പം നമ്മൾ ഫോണറ്റിക്സ് എടുത്തോ സബ്ജക്റ്റാ, ലിംഗ്വിസ്റ്റിക്സ് സബ്ജക്റ്റാ, അതുപോലെ ഫിസിക്സ് സബ്ജക്റ്റാ, ജെനറ്റിക്സ് സബ്ജക്റ്റാ അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ സബ്ജക്റ്റാ, ഇക്കണോമിക്സ് അല്ലേ, പൊളിറ്റിക്സ് ഒക്കെ സബ്ജക്റ്റിൽ പെടുന്നവയാണ്. അപ്പോൾ നമുക്കറിയാം ഈ സബ്ജക്റ്റുകളുടെ പേര് പറയുമ്പോൾ, നമുക്ക് സബ്ജക്റ്റുകളുടെ പേര് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, സബ്ജക്റ്റുകൾ എപ്പോഴും എന്തായിരിക്കും, സബ്ജക്റ്റുകളുടെ പേര് കൊടുക്കും. നമ്മളിപ്പോൾ ഗെയിംസ് പറഞ്ഞു, ലാംഗ്വേജസ് പറഞ്ഞു, അതുപോലെ നമ്മൾ ഫെസ്റ്റിവൽസിൻ്റെ പേര് പറഞ്ഞു, അതുപോലെ സബ്ജക്റ്റുകൾ വരുമ്പോൾ സീസൺസ് വരുമ്പോഴും നമ്മൾ ആർട്ടിക്കിൾ ഒന്നും ഇട്ട് കൊടുക്കില്ല അല്ലേ. മാത്തമാറ്റിക്സിന് ദ മാത്തമാറ്റിക്സ് എന്നോ അല്ലെങ്കിൽ ദ ഫിസിക്സ് എന്നൊന്നും നമ്മൾ ഇട്ട് കൊടുക്കില്ല. കാര്യം എന്തുകൊണ്ടാണ്, നമ്മളൊരു വിഷയമായിട്ട് അതിനെ സൂചിപ്പിക്കുമ്പോൾ അവയ്ക്കൊന്നും നമ്മൾ ആർട്ടിക്കിൾ ഇട്ട് കൊടുക്കാറില്ല. അതുപോലെ ഗെയിംസിന് അല്ലേ, ബില്യർഡ്സ്, ടെന്നീസ്, ഡാർട്സ്, ഡ്രാഫ്റ്റ്സ്, ഡൊമിനോസ് ഒക്കെ ഒറ്റ പേര് ഉള്ളൂ അല്ലേ. ടെന്നീസിനൊന്നും ഒറ്റ ഗെയിമിൻ്റെ പേരാണ്, ബില്യർഡ്സ് ഒറ്റ ഗെയിമിൻ്റെ പേരാ അല്ലേ. അതുപോലെ ഡിസീസ് എടുത്തു, ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഡിസീസാണ്, പല ഡിസീസുകൾ കൂടി ചേർന്നല്ല. മീസിൽസ്, മംസ്, റിക്കറ്റ്സ്, റാബീസ് ഒക്കെ എന്തിലാണ്, ഒറ്റ ഡിസീസിൻ്റെ പേരാണ്. സിമിലർലി ആണ് നമുക്ക് പറയാം ബുക്സ്, അറേബ്യൻ നൈറ്റ്സ് ബുക്കിൻ്റെ പേരാണ്, ഗളിവേഴ്സ് ട്രാവൽസ് ഒരു ബുക്കിൻ്റെ പേരാ, ലോർഡ് ഓഫ് ദ റിങ്സ്, ദ ലോർഡ് ഓഫ് ദ ഫ്ലൈസ്, വുദറിംഗ് ഹൈറ്റ്സ്, ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്, ഇതൊക്കെ ബുക്കുകളുടെ പേരാണ്, ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ് ഇതൊക്കെ അല്ലേ. അല്ലാതെ അത് പ്ലൂറൽ ഫോമുകളല്ല. അതുകൊണ്ട് തന്നെ ഇത് സിംഗുലർ ഫോമുകളാണ്, സിംഗുലർ നൗണുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ സിംഗുലർ വേർബ് ഇട്ടുള്ളൂ. നമ്മളറിയാം, നമ്മളിപ്പോൾ ഒരു എസ്സേ എഴുതുമ്പോൾ ഇന്ന ബുക്കിൽ ഇന്ന പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു എസ്സേയിൽ ഒരു പോയിന്റ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ അല്ലെ, ഇന്ന ആർട്ടിക്കിളിൽ ഇന്ന ആളുടെ ഇന്ന ആർട്ടിക്കിൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രൈസ് എഴുതുമ്പോൾ ഇന്ന ഓതറിൻ്റെ ഈ ആർട്ടിക്കിൾ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അറേബ്യൻ നൈറ്റ്സ് ഈസ് എന്ന് നമുക്ക് സിംഗുലർ വേർബ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്, അത് സിംഗുലർ ഒരു ബുക്കിന്റെ പേരാണ്. അതുപോലെ ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറഞ്ഞതിന്റെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം, ഹാസ്, സിംഗുലർ ഫോമേ ഇട്ട് കൊടുക്കുള്ളൂ അല്ലേ. അല്ലാതെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ മൂവി ആയിട്ട് ഇപ്പോൾ ലോർഡ് ഓഫ് ദ റിങ്സ് മൂവി ഉണ്ട്, അതുപോലെ സിനിമയുണ്ട്, മൂവി ഉണ്ട്, അത് ബുക്കും ഉണ്ട്, രണ്ടിനും ഒരു ടൈറ്റിൽ അല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് സിംഗുലർ ഫോമേ കൊടുക്കുള്ളൂ. അപ്പോൾ സിംഗുലർ വേർബേ അതിന് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു എക്സെപ്ഷണൽ കേസ് പറയാം. സബ്ജക്റ്റ് അല്ലാതെ നമ്മൾ മാത്തമാറ്റിക്സ് എന്നൊരു വേർഡ് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന വേർഡ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ലാംഗ്വേജ് എന്ന് അർത്ഥം വരും. മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കാൽക്കുലേഷൻസ് എന്ന് അർത്ഥം വരും. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഡേറ്റ എന്ന് പറയും. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പൊളിറ്റിക്കൽ ഐഡിയോളജീസ് എന്നൊക്കെ പറയും. അങ്ങനെ സബ്ജക്റ്റ് അല്ലാതെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് പ്ലൂറൽ ഫോമുലേഷൻ വരും കേട്ടോ. അത് ഇമ്പോർട്ടൻ്റാണ്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. പ്ലൂറൽ ഫോമുലേഷൻ വരും എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മളിപ്പോൾ കോൺകോഡൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ പറയാണ്, മാത്തമാറ്റിക്സ് ഡാഷ് ഈസി ടു ലേൺ. നോക്കുക, ഇവിടെ മാത്തമാറ്റിക്സ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ സബ്ജക്റ്റ് ആണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. കാരണം ഇവിടെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഐഡിയയിലോട്ട് നോക്കാം. ഇവിടെ കൊടുത്തേക്കുവാണ് മാത്തമാറ്റിക്സ് വാസ്, വാസ് ഇനി കൊടുക്കണ്ട, ഞാൻ ഇപ്പോൾ കൊടുക്കാം ഈസ്, ആർ, ഹാസ്, ഹാവ്, ഇങ്ങനെ ഇരിക്കട്ടെ. 4 ഓപ്ഷൻ കൊടുത്തു. മാത്തമാറ്റിക്സ് ഡാഷ് ഈസി ടു ലേൺ. അപ്പോൾ ഇവിടെ നമ്മൾ അറിയണം മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് ആയിട്ടാണോ ഉപയോഗിച്ചിരിക്കുന്നത്, അതോ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന നമ്മൾ പ്ലൂറൽ സെൻസിലാണോ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കണം. അതേപോലെ നോക്കിയേ,
ഓപ്ഷൻ എ make, option B makes, option C made, option D making. ഒരു നോർമൽ കേസിൽ രണ്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നേക്കുവാണേ. മാത്തമാറ്റിക്സ് ഡാഷ് ഈസി ടു ലേൺ, ഈസ് ഉണ്ട്, ആർ ഉണ്ട്, ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. നോക്കാം, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. നമ്മുടെ മനസ്സിൽ എന്താ വരേണ്ടത്? ഇവിടെ മാത്തമാറ്റിക്സ് ആസ് എ സബ്ജക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എന്തിട്ട് കൊടുക്കണം? മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ആണ്, സിംഗുലർ വെർബാണ് കൊടുക്കുന്നത്. സിംഗുലർ ആയിട്ട് രണ്ട് വെർബുണ്ട്, ഹാസ് ഉണ്ട്, ഈസ് ഉണ്ട്. ഹാസ് ഈസി ടു ലേൺ നമ്മൾ പറയില്ല. മാത്തമാറ്റിക്സ് ഒരു ഈസി ആണ് എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. ബി ഫോർമുലേഷൻ അവിടെ കൊടുക്കണം. അപ്പോൾ ഈസി കൊടുത്താൽ മതി. ഹാസിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും എന്ത് കൊടുക്കില്ല അല്ലേ? ഹാസ് ഈസി എന്ന് പറയില്ല. ഹാസ് കഴിഞ്ഞിട്ട് എന്തുണ്ട് അല്ലേ? പൊസിഷൻ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ എന്താ പൊസിഷനെ പറ്റി എന്താ പറയേണ്ടതാണ്? ഇവിടെ സബ്ജക്റ്റ് അല്ലേ, ഇവിടെ മാത്തമാറ്റിക്സ് ആസ് എ സബ്ജക്റ്റാണ് നമ്മൾ പറഞ്ഞേക്കണേ. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഓർത്തോണെങ്കിൽ ഇത് വിഷയം എന്നുള്ള അർത്ഥമല്ല, അല്ലാതെ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്നല്ല, ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത് ഇത്. അതുകൊണ്ട് എന്നാൽ ഇവിടെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിട്ടാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ സബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്. അവിടെ നമ്മുടെ ഐഡിയ വർക്കൗട്ട് ചെയ്യണം. ഇവിടെ ദേർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ദേർ എന്ന വാക്ക് എന്തിൽ പെടുന്ന? പൊസഷൻ അല്ലേ? പൊസസീവ്സ് പെടുന്ന. പൊസസീവ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിറ്റർമിനർ, ആർട്ടിക്കിളോ അല്ലെങ്കിൽ പൊസസീവ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഡിറ്റർമിനേഴ്സ് ഇട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് സബ്ജക്റ്റ് ആയിട്ടല്ല ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം മാറി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തായി വരും? പൊസസീവ്സ് നമ്മൾ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇതിൻ്റെ അർത്ഥം എന്തായി? പൊളിറ്റിക്സ് എന്ന് പറയുന്ന അർത്ഥം എന്തായി? പൊളിറ്റിക്കൽ ഐഡിയോളജീസ് എന്ന അർത്ഥം. ഇതിൻ്റെ അർത്ഥം പൊളിറ്റിക്കൽ ഐഡിയോളജീസ് എന്നാണ്. നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങൾ എന്ന് നമ്മൾ പറയില്ലേ, പൊളിറ്റിക്കൽ തോട്ട് പ്രോസസ്സുകൾ എന്ന് പറയില്ലേ, ആ സംഗതിയാണ്. അപ്പം അത് പ്ലൂറൽ സെൻസാണ്. അങ്ങനെ വരുമ്പോൾ അത് പ്ലൂറൽ സെൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പ്ലൂറൽ വെർബ് ഇട്ട് കൊടുക്കണം. സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാൻ മാത്രമേ ഇവർ സിംഗുലർ ഉള്ളൂ. സബ്ജക്റ്റ് അല്ലാത്ത പക്ഷം ഇവർ പ്ലൂറലാണ്. എങ്ങനെയാണ് ഇവർ സബ്ജക്റ്റ് അല്ലാന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇവിടെ മുമ്പിൽ ഒരു പൊസസീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ദെയർ പൊളിറ്റിക്സ് മേക്ക് തിങ്സ് വേഴ്സ് ആണോ, മേക്സ് ആണോ, മെയ്ഡ് ആണോ, മേക്കിംഗ് ആണോ? പൊളിറ്റിക്സ് ഇവിടെ പ്ലൂറലാണ്. അപ്പം മേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ എന്തുകൊണ്ട് മെയ്ഡ് ഇട്ട് കൊടുത്തില്ല? ഡേ ബൈ ഡേ എന്ന് പറഞ്ഞാൽ ദിവസം പ്രതി, അത് പ്രസന്റ് ടെൻസിൽ നമ്മൾ പറയുള്ളൂ. അപ്പം മേക്ക് എന്നുണ്ട് നമ്മൾ ഇട്ട് കൊടുക്കും. യൂസേജ് മനസ്സിലായോ? ഇത് ബേസിക് ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. നോർമൽ കേസിൽ ബേസിക് ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റണം? ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇതിലൊരു ഐഡിയയിലോട്ട് എത്താൻ പറ്റുന്നത്? ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യം, നമ്മുടെ മുമ്പിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം സിംഗുലർ ആയിട്ട് ഉപയോഗിച്ചേക്കുന്നതാണോ പ്ലൂറലായിട്ട് ഉപയോഗിച്ചേക്കുന്നതാണോ മനസ്സിലാക്കാൻ പറ്റണം. സിംഗുലർ ആവുന്ന എപ്പോഴാണ്? ഒരു സബ്ജക്റ്റ് ആയിട്ട്, ഒരു വിഷയമായിട്ട് നമ്മൾ മാത്തമാറ്റിക്സിനെ, സ്റ്റാറ്റിസ്റ്റിക്സിനെ, പൊളിറ്റിക്സിനെ, ഫിസിക്സിനൊക്കെ പറയുമ്പോൾ, ഇപ്പം ഫിസിക്സ് എന്ന് പറയുന്നതിനെ ഞാൻ അവരുടെ ഫിസിക്സ് എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ല, അവരുടെ ഫിസിക്കൽ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ വരും, ഇലക്ട്രിക്കൽ രീതികൾ എന്നുള്ള അർത്ഥത്തിൽ വരും. അല്ലെങ്കിൽ അവർ സിംഗിളായിട്ട് വിഷയമായിട്ട് പറയണമെങ്കിൽ അവിടെ നമുക്ക് ഒരു പൊസസീവ്സ് വരാൻ പാടില്ല. തൊട്ട് മുമ്പിൽ ഒരു പൊസസീവ്സോ അല്ലെങ്കിൽ ഡെഫിനറ്റ് ആർട്ടിക്കിളോ ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കേസ് വന്നാൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റാണ്. മനസ്സിലായോ? ഈ പൊസസീവ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ? ഇക്കണോമിക്കലായിട്ട് ഫിനാൻഷ്യൽ കാര്യങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനോട് ഞാൻ കാണിച്ചു തരാം. My father's economics difficult to comprehend. Option A is, option B are, option C has, option D have. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൈ ഫാദേഴ്സ് ഇക്കണോമിക്സ്. വെറും ഇക്കണോമിക്സ് എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഞാൻ അവിടെ കൊടുത്തേക്കുന്നത് ഇക്കണോമിക്സ് ആസ് എ സബ്ജക്റ്റ് ആണ്. അല്ലാത്ത പക്ഷം ഞാൻ ഇക്കണോമിക്സ് കൊടുത്തേക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ അച്ഛൻ്റെ ഇക്കണോമിക്സ്. എൻ്റെ അച്ഛൻ, നമ്മളൊരിക്കലും നമ്മൾ ഒരാളുടെ പൊസഷനായിട്ട് ഒരിക്കലും ഒരു സബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കില്ല.
ഇപ്പം ഞാൻ ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്താ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡീലിങ്സ് അല്ലെങ്കിൽ കണക്കുകൾ, ഫിനാൻഷ്യൽ കണക്കുകൾ ഉണ്ടല്ലോ, ആ ഫിനാൻഷ്യൽ ഡീലിങ്സ് ആ അർത്ഥത്തിലാണ് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ അത് പ്ലൂറൽ സെൻസിലാണ് പറയാം അല്ലേ. ഇവിടെ വരുമ്പോൾ അത് പ്ലൂറൽ സെൻസ് വരും. അപ്പോൾ അവിടെ കൂടെ പ്ലൂറൽ വേർബ് ഇട്ട് കൊടുക്കണം. ഹാവോ അല്ലെങ്കിൽ ആറോ വരും. നമുക്കറിയാം ഹാവ് വരില്ല, പൊസഷൻ അല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇക്കണോമിക്സ് വളരെ ഡിഫിക്കൽട്ടാണ് മനസ്സിലാക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആർ റിയലി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടു കോംപ്രഹെൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചോദിച്ചിരിക്കുന്ന സബ്ജക്റ്റ്, ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിട്ടാണോ ചോദിച്ചിരിക്കുന്നത്, സബ്ജക്റ്റായിട്ട് വിഷയം എന്ന രീതിയിലാണോ അതോ അല്ലാതെ നമ്മൾ നോർമൽ കേസിലാണോ ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഇതാണ് നോർമൽ കേസിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അടുത്ത കുറച്ച് പ്ലൂറൽ നൗണുകൾ പരിചയപ്പെടുത്താം. പ്ലൂറൽ നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാൽ ലുക്ക് കൊണ്ട് അവരെ സിംഗുലറായിട്ട് നമുക്ക് തോന്നും, എന്നാൽ വർക്ക് കൊണ്ട് അവർ പ്ലൂറൽ ആയിരിക്കും. അതായത് അത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഉപയോഗിക്കേണ്ട വെർബും പ്ലൂറൽ വെർബ് തന്നെയാണ്. ഇപ്പം ചിൽഡ്രൻ എടുത്തോളൂ. നമ്മൾ പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നൊരു കാര്യമാണ്. ചിൽഡ്രൻ്റെ കൂടെ നമ്മൾ എന്തിട്ട് കൊടുക്കും, എസ്, ചിൽഡ്രൻസ് ഇട്ട് കൊടുത്തേക്കാം, പ്ലൂറലായിട്ട് ചിൽഡ്രൻസ്. ഓക്സൻ്റെ കൂടെ ഓക്സൻസ് ഇട്ട് കൊടുക്കാം, കാറ്റിൻ്റെ കൂടെ കാറ്റിൽസ് ഇട്ട് കൊടുക്കാം. പോൾട്രി വൈയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ES പോൾട്രീസ് എന്നൊക്കെ ഇട്ട് കൊടുക്കും. ക്ലർജീസ് അല്ലേ, വൈയൊക്കെ കട്ട് ചെയ്ത് നോർമൽ കേസിൽ നമ്മൾ ചെയ്യുന്ന വെർമിന് വെർമിൻസ്, ജെൻഡർക്ക് ജെൻട്രീസ്. പോലീസിൻ്റെ കൂടെ നമ്മൾ നോർമലി പോലീസസ് എന്നോ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്തിട്ട് കൊടുക്കും, സിംഗുലർ ആണെന്ന് വിചാരിച്ച് സിംഗുലർ വെർബ് ഇട്ട് കൊടുക്കും. അപ്പോൾ ആദ്യത്തെ തെറ്റെന്താ, ചിൽഡ്രന് ചിൽഡ്രൻസ് ഇട്ട് കൊടുത്താൽ തെറ്റാ, ഓക്സൻസ് ഇട്ട് കൊടുത്താൽ തെറ്റ്, കാറ്റിൽസ് ഇട്ട് കൊടുത്താൽ, അതുപോലെ പോൾട്രീസ്, ക്ലർജീസ്, പോലീസസ്, ജെൻട്രീസ്, വെർമിൻസ് ഒക്കെ തെറ്റാ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്താണെന്നറിയോ, ഓൾറെഡി ഇവർ പ്ലൂറലാണ്, അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ ഉപയോഗിക്കുന്ന വെർബ് പ്ലൂറലായിരിക്കണം. കാരണം നോക്കുക, ചൈൽഡ് എന്ന് പറയുന്ന സിംഗുലർ ആണ് പ്ലൂറൽ ഫോമിൽ വരുമ്പോൾ ചിൽഡ്രൻ ആവുന്നത്. ഓക്സിന്റെ പ്ലൂറൽ ഫോമാണ് ഓക്സൻ. പീപ്പിൾ എന്തിൻ്റെ, പേഴ്സൺ എന്ന് പറയുന്നതിന്റെ സിംഗുലർ ആണ്, അല്ല പ്ലൂറൽ ആണ് പീപ്പിൾ. പേഴ്സൺ ഒന്ന്, പീപ്പിൾ പ്ലൂറൽ. കാറ്റിൽ എന്തിനാ പറയുന്ന കന്നുകാലികളാണ്, അത് നമ്മൾ പറയില്ലേ, ഷീപ്പ്, അതുപോലെ കൗവ്, ബഫല്ലോ എല്ലാം പെടുന്ന സാധനങ്ങൾ കൂടി ചേർന്നൊരു സാധനത്തിനാണ് കാറ്റിൽ എന്ന് പറയാം പ്ലൂറൽ ഫോമിൽ. പോൾട്രി അതുപോലെ മുട്ടയിടുന്നതൊക്കെ കാണും പോൾട്രി പറയാം. ക്ലർജി പുരോഹിതന്മാരാണ്. കവൽറി കുതിരപ്പട, ഇൻഫൻട്രി കാലാൾപ്പട, നടന്നു പോയിട്ട് ഫുഡ് സോൾജേഴ്സ് അല്ലേ. ഹോഴ്സ് ബാക്കിൽ ഇരിക്കുന്നവരെ കവൽറി എന്ന് പറയും. ഇൻഫൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് സോൾജേഴ്സ്, നടന്നു പോയിട്ട് യുദ്ധം ചെയ്യുന്നവർ. പെസൻട്രി നമ്മുടെ വർക്കേഴ്സ് അല്ലേ, പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുന്നവർ. അത് പോലീസോ പ്ലൂറൽ ഫോമാണ്, പോലീസുകാർ എന്നാണ് അതിൻ്റെ അർത്ഥം. പോലീസ് സിംഗുലർ ആവുന്ന എപ്പോഴാണ്, നമ്മളല്ല പോലീസുകാർ സിംഗുലർ ആവുന്ന എപ്പോഴാണ്, അതിന് പോലീസ് മാനെന്നോ പോലീസ് വുമണെന്നോ അല്ലേ, പോലീസ് മാൻ പറയാം, പോലീസ് വുമൺ പറയാം, ഓർ പോലീസ് ഓഫീസർ എന്ന് പറയാം. സിംഗുലർ ആവുന്ന അങ്ങനെ പറയുമ്പോഴാണ്. അല്ലാത്ത പക്ഷം പോലീസ് പ്ലൂറില്ല. ജെൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയക്കാർ, നമുക്ക് നമ്മുടെ ബൈ അറിയാവുന്ന പിള്ളേരാ, ഇതിവിടെ നമുക്ക് അടുത്തുള്ള കൊച്ചാണ്, നമുക്ക് അവനെ അറിയാം എന്ന് പറയില്ല. ആ അർത്ഥമാണ് ജെൻട്രി എന്ന് പറയുമ്പോൾ. വെർമിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീടങ്ങൾ എല്ലാം ഉണ്ട്, പെസ്റ്റുകളെല്ലാം ഉണ്ട്. അതാണ് വെർമിൻ എന്ന് പറയുന്നത്, പ്ലൂറിലാണ്. അപ്പോൾ അതുങ്ങളുടെ കൂടെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും എന്ത് കൊടുക്കണം, വെർബ് എന്തിരിക്കണം, പ്ലൂറിൽ തന്നെ കൊടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അല്ലാതെ നിങ്ങളിപ്പം വളരെ സിമ്പിളായിട്ട് പറയുകയാണ് പോലീസ്, at the compound അങ്ങനെ കൊടുക്കാം. at the compound. Police dash arrived at the compound. A is arrived. B are arrived. C has arrived. D have arrived. നമുക്കറിയാം പോലീസ് എന്തായാലും പ്ലൂറലാണ്. അപ്പം ഞാൻ കൊടുക്കേണ്ട വെർബ് പ്ലൂറലാണ്, വേറെ ഒന്നും നോക്കണ്ട, അവിടെ സിംഗുലർ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏത് വരും, ഒന്നെങ്കിൽ ആറ് കൊടുക്കാം അല്ലെങ്കിൽ ഹാവ് കൊടുക്കാം. പോലീസ് ആർ അറൈവ്ഡ് എന്ന് പറഞ്ഞ് പാസീവ് അല്ല നമ്മൾ കൊടുക്കാം. പോലീസ് ഹാവ് അറൈവ്ഡ്, പോലീസ് കോമ്പൗണ്ടിൽ എത്തി എന്ന് പറയും. ദാ പോലീസ് എത്തിയിട്ടുണ്ട് എന്ന് പറയില്ലേ, അപ്പോൾ അവിടെ കൊടുക്കുക ഹാവ് പ്ലസ് V3 പെർഫെക്റ്റ് ടെൻസ്. പോലീസ് ഹാവ് അറൈവ്ഡ്, എത്തി എന്നർത്ഥം. പ്ലൂറൽ ഫോം ഇട്ട് കൊടുക്കുന്നു. ദാറ്റ്സ് ഓൾ കേട്ടോ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്ലൂറൽ നൗണുകളും കൂടി പരിചയപ്പെടുത്താം. ഷെബിക്ക് ഡൗട്ട് ഉണ്ടോ, മേക്സിന് ഡൗട്ട് ഉണ്ടോ, മേക്സിന് ഡൗട്ട് ഉണ്ടോ, ഷെബിക്ക് അവിടെ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ അത്, ആ ഭാഗം ക്ലിയർ ആയോ? കാരണം മേക്സും രണ്ടും കൂടെ ഒരുമിച്ച് വരില്ല, കാരണം ഒരെണ്ണേ വരുള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ മേക്ക് ഇട്ട് കൊടുത്തത് മനസ്സിലായോ? ഇത് മേക്ക് ഇട്ട് കൊടുത്തേ, ഇവിടെ ദെയർ പൊളിറ്റിക്സ് എന്ന് പൊസസീവ്സ് കൊടുത്തപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് എന്ന് അർത്ഥം വരും. സിമിലർലി ആണ് നമ്മളുടെ എൻ്റെ അച്ഛൻ്റെ എക്കണോമിക്സ്, എൻ്റെ അച്ഛൻ്റെ എക്കണോമിക് ഡീലിങ്സ് അല്ലെ ഫിനാൻഷ്യൽ ഡീലിങ്സ്, കണക്കുകൾ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. ആ അർത്ഥത്തിലാണ് പറയുന്നത്, അതാണ് ഡിഫറൻസ് കേട്ടോ.
അത് മനസ്സിലാക്കി വെച്ചോണം. പിന്നെ പ്ലൂറൽ നൗൺ ഏതൊക്കെയാന്ന് പറഞ്ഞു. വേറെ കുറച്ച് പ്ലൂറൽ നൗണോട് പരിചയപ്പെടുത്താം. ഈ പ്ലൂറൽ നൗണിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവര് ഡബിൾ ആയിട്ടാണ്, പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലൂറൽ നൗണുകളാണ്. ആ പെയർ ആയിട്ടുള്ള രണ്ട് കാലുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്ത് രണ്ട് കാലുണ്ട്, കണ്ണടയ്ക്ക് രണ്ട് കാലുണ്ട്, സിസേഴ്സിന് രണ്ട് കാലം, അതുപോലെ ഡ്രസ്സ് ഉണ്ട്, അതുപോലെ ടൂൾസ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഷൂസ് രണ്ട് കാലിടാൻ വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്, പെയർ ആയിട്ടേ മേടിക്കുള്ളൂ നമ്മൾ. സോക്സ് പെയർ ആയിട്ടാണ്, ഒന്നായിട്ട് കിട്ടില്ല. ഗ്ലൗസ് ഒന്നായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടില്ല, രണ്ട് കയ്യിലിടാൻ വേണ്ടിയിട്ടാണ് മേടിക്കുക. നമ്മൾ ഗ്ലൗസ് ഒക്കെ രണ്ടായിട്ട് പെയർ ആയിട്ട് കിട്ടുള്ളൂ. സിമിലർലി ജീൻസ്, പാൻസ്, ട്രൗസേഴ്സ്, പൈജാമാസ്, ഷോർട്സ്, ബ്രീച്ചസ്, പാൻറ് പോലത്തെ സാധനമാണ് ബ്രീച്ചസ്. പാൻറ് നമ്മൾ പറയില്ല, ജെഗിൻസ് എന്ന് പറയുള്ളൂ നമ്മൾ. ജെഗിൻ എന്നോ പറയില്ല, ജീൻ എന്നൊന്നും പറയില്ല. പ്ലൂറൽ ഫോമാണ് അതിന്, അത് പ്ലൂറൽ വെർബ് ആണ് അതിൻ്റെ കൂടെ കൊടുക്കുക. അതുപോലെ ടൂൾസാ, സിസേഴ്സ് എടുത്തോ, സിസർ എന്നല്ല സിസേഴ്സ് എന്ന് പറയാം. നമ്മൾ വലിക്കുന്ന സിസർ അല്ല, സിസേഴ്സ് എന്ന് നമ്മൾ കത്രയ്ക്ക് പറയണം. ബൈനോക്കുലേഴ്സ് രണ്ടെണ്ണം ഉണ്ട്, ബൈനോക്കുലേഴ്സ് രണ്ട് ഇതിലൂടെ നോക്കുന്നത്. മറ്റേ ഒറ്റ നോക്കുന്നത് മോണോക്കുലർ എന്ന് പറയാം. ഒന്ന് ബൈനോക്കുലർ, രണ്ട്. അതുപോലെ ടോങ്സ് നമ്മളിങ്ങനെ എടുക്കുക, രണ്ട് സാധനം ഇങ്ങനെ പിടിക്കാൻ വേണ്ടി എടുക്കില്ല നമ്മൾ. അടുക്കളയിലൊക്കെ പാത്രമൊക്കെ കയ്യിൽ നമ്മൾ പൊള്ളാതിരിക്കാൻ അല്ലേ, ചൂട് പാത്രമൊക്കെ എടുക്കാൻ നമ്മൾ ഒരു എന്താ പറയുക, ഒരു പിടിക്കുന്ന ഒരു ഇതില്ലേ, ആ സാധനത്തിന് ടോങ്സ് പറയാം. ക്ലിപ്പേഴ്സ് നമുക്കറിയാം, നമ്മൾ ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞിട്ട് പുറത്ത് വെയിലത്തൊക്കെ വിരിച്ചിടുമ്പോൾ നമ്മൾ ഇടുന്ന ക്ലിപ്പുകൾക്കാണ് ക്ലിപ്പേഴ്സ് പറയുക. പേപ്പർ ക്ലിപ്പ്സ് അതില്ലേ, അതും രണ്ട് കാലുള്ള സംഗതികളാണ്, അതും ക്ലിപ്സ് എന്നാ പറയാം. പേപ്പർ ക്ലിപ്സും ക്ലിപ്പേഴ്സ് എന്നാ പറയാം. സ്പെക്ടക്കിൾസ് കണ്ണടകൾ, അല്ലെങ്കിൽ ഗ്ലാസസ്, നമ്മൾ ഉദ്ദേശിക്കുന്നത് വെള്ളം കുടിക്കുന്ന ഗ്ലാസ് അല്ല, അല്ലാതെ നമ്മുടെ സൺ ഗ്ലാസസ്, ഐ ഗ്ലാസസ് പോലത്തെ ഗ്ലാസസ്. പോലെ ഡിവൈഡേഴ്സ്, നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള ഡിവൈഡേഴ്സും അതെ. അതുപോലെ തന്നെ നമ്മുടെ റോഡുമേൽ നമ്മൾ ഇല്ലേ, റോഡിലൊക്കെ പണിയൊക്കെ നടക്കുമ്പോൾ ഡിവൈഡേഴ്സ് വെക്കില്ല, ഇങ്ങനെ ഇരിക്കുന്നത് രണ്ടില്. കാരണം രണ്ട് കാലം ഉണ്ടെങ്കിൽ അത് കുത്തിയിരിക്കുള്ളൂ, അത് ബാലൻസ്ഡ് ആവത്തുള്ളൂ. സെയിം വേ ഗോഗിൾസ് നമ്മൾ സ്വിം ചെയ്യുമ്പോഴൊക്കെ ആൾക്കാർ ഇടുന്ന കണ്ടിട്ടില്ല, വെള്ളം കയറാത്ത കണ്ണ് കാണാൻ വേണ്ടി, കണ്ണിൽ വെള്ളം കയറാതിരിക്കാൻ നമ്മൾ ഇടുന്ന സാധനമില്ലേ ഗോഗിൾസ്. അത് ഇതെല്ലാം എന്തിപ്പെടുന്ന രണ്ടെണ്ണമായിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ഒറ്റയായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല ഇവയൊന്നും. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ പ്ലൂറൽ നൗണുകളുടെ ഗണത്തിൽപ്പെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെയുള്ള വെർബ് എപ്പോഴും എന്തായിരിക്കണം, പ്ലൂറൽ വെർബായിരിക്കും. ഇവയെ നമ്മൾ ഒരിക്കലും സിംഗുലർ ഫോമിൽ ഉപയോഗിക്കില്ല. അതാണ് മെയിൻ പോയിന്റ് കേട്ടോ. മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താ, ഇവയെ നമ്മൾ പ്ലൂറൽ ഫോമിൽ ഉപയോഗിക്കത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ പണ്ടൊരു, ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ ക്ലാസ്സിലും ഞാൻ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഷെബിക്ക് ഡൗട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഷെബി, ഞാൻ അതൊന്നുകൂടെ പറയാൻ ക്ലിയർ ആക്കി, ഇതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം കേട്ടോ. അത് ക്ലിയർ ആക്കി തരാം, വെയിറ്റ് ഫോർ എ മിനിറ്റ്. ഇവിടെ പറഞ്ഞ ഒരു പോയിന്റ് പറയട്ടെ. നമ്മൾ പണ്ട് പരസ്യത്തിലൊക്കെ നമ്മൾ പറയുമ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു ഇൻഷുറൻസിൻ്റെ പണ്ടത്തെ ഒരു പരസ്യമുണ്ട്. അപ്പാപ്പൻ കൊച്ചുമോനോട് ചോദിക്കുകയാണ്, മോനെ എവിടെ എൻ്റെ കണ്ണട കണ്ടോ എന്ന് ചോദിക്കും. ഇതാണ് ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കും. ഓപ്ഷൻ എ ഈസ്, ഓപ്ഷൻ ബി ആർ, ഓപ്ഷൻ സി ഹാസ്, ഓപ്ഷൻ ഡി ഹാവ്. ഏതായിരിക്കും? Torn yesterday. A. Is torn yesterday. B. Are torn yesterday. C. Was torn yesterday. D. Were torn yesterday. ഒരു ക്വസ്റ്റ്യനോട് പറയാം. Is, are, has, had. ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ എന്താണ്? were dash my spectacles. എൻ്റെ കണ്ണട എവിടെ അല്ലേ, എൻ്റെ കണ്ണട ഉണ്ടോ മോനെ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ പറയുന്ന ഡയലോഗ് ഉണ്ട്, മുത്തശ്ശൻ്റെ കണ്ണട എവിടെ ഉണ്ട്, മുത്തശ്ശൻ്റെ കണ്ണിൻ്റെ താഴെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. നമ്മൾ അത് ഇംഗ്ലീഷിൽ ചോദിക്കും ഇങ്ങനെയാ, വെർ ഡാഷ് മൈ സ്പെക്ടിക്കിൾസ്. നമ്മൾ അവിടെ നോക്കേണ്ടത് എന്താ, എൻ്റെ മുൻപിലുള്ള നൗണ് നോക്കുക, നൗണ് സിംഗുലറോ പ്ലൂറലോ നോക്കുക. സ്പെക്ടക്കിൾസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അവളുടെ വേറെ എന്ന് പറയുന്ന അഡ്വേർബാ, എവിടെ എന്നുള്ളത് അഡ്വേർബാ. സബ്ജക്റ്റ് എന്താണ് ഇവിടെ, സബ്ജക്റ്റ് ഏതാ, സ്പെക്ടിക്കിൾസ് ആണ്.
സിംഗുലറോ പ്ലൂറലോ? ഞാൻ പറഞ്ഞു കണ്ണടകൾ രണ്ട് കാലുണ്ട്, പ്ലൂറലാണ്. അപ്പോൾ എന്ത് കൊടുക്കും? വെർ ആർ മൈ സ്പെക്ടിക്കിൾസ് എന്ന് കൊടുക്കും. പ്ലൂറൽ ഫോമിൽ നമ്മൾ കൊടുക്കും വെർ ആർ മൈ സ്പെക്ടിക്കിൾസ്. അതുപോലെ ദോ ഷൂസ്, പ്ലൂറലാ, ഷൂസുകൾ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് കാലിലുണ്ട് അല്ലേ. അതും യെസ്റ്റർഡേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു ക്ലൂ ഉണ്ട്, യെസ്റ്റർഡേ ഇന്നലെയാ. അപ്പോൾ ഇന്നലെ എന്ന് പറയുമ്പോൾ പ്ലൂറലാ, വാസ് അല്ലേ വേറെ കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. പ്ലൂറലോ സിംഗുലറോ? പ്ലൂറലാണല്ലേ. ദോ ഷൂസ് വെയർ ടോൺ, ഇന്നലെ അത് കീറിപ്പോയി, ഷൂസ് കീറിപ്പോയി അല്ലേ. നമ്മൾ ക്ലോത്തിൻ്റെ ഷൂസ് ഉണ്ടല്ലോ, അത് കീറിപ്പോവാന്ന് പറയില്ലേ, ദോസ് ഷൂസ് വെർ ടോൺ യെസ്റ്റർഡേ എന്ന് പറയാം. അതുപോലെ എ പെയർ ഓഫ് സോക്സ് ഡാഷ് മോർ ദൻ എനഫ്, ഒരു സോക്സ് മതി എന്ന് പറയാമെന്ന് വിചാരിച്ചു. ഒരു സോക്സ് നമുക്ക് പറയാൻ പറ്റില്ല, ആ പെയറിലെ ഒരു സോക്സ് എന്ന് പറയാം അല്ലേ. ഒരു സോക്സിലെ ആ പെയർ ഓഫ് സോക്സിൽ ഒരു പെയർ മതി എന്ന് പറയും. പെയർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് പെയർ ആണേ, അത് ശ്രദ്ധിച്ചോണം. പെയർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? പെയർ ആണ് നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ്. അവിടെ നമ്മുടെ സബ്ജക്റ്റ് ഇതല്ല, എന്തല്ല, സോക്സ് അല്ല. അങ്ങനെ വരുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണേ, അവിടെ നമുക്ക് എന്ത് കൊടുക്കും? ഈസ് കൊടുക്കാം. എ പെയർ ഓഫ് സോക്സ് ഈസ് മോർ ദാൻ എനഫ്. ഓ, ഒരു പെയറൊക്കെ ധാരാളം എന്ന് പറയില്ലേ, അത്. കാര്യം കത്തിയോ? സബ്ജക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കണം. നോർമൽ കേസിൽ ഈ പറഞ്ഞ സ്പെക്ടിക്കിൾസ് അതുപോലെ തന്നെ ഷൂസ് അങ്ങനെയുള്ള രണ്ട് ഇരട്ടിയായിട്ട് നമ്മൾ പെയറായിട്ട് ഉപയോഗിക്കുന്നവയെല്ലാം നമ്മൾ സിംഗുലർ ആയിട്ടല്ല പ്ലൂറലായിട്ട് ആ ഫോം പറയാം. എന്നാൽ പെയർ എന്നെടുത്ത് പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചോണം, പെയർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ജോഡി, ഒരു ജോഡി എന്ന് പറയുന്നത്. അതും എ പെയർ അല്ലെ വൺ പെയർ എന്നൊക്കെ പറയുമ്പോൾ ദിസ് പെയർ, ഈ പെയർ മതി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിംഗുലർ ആണെന്നാണ്. പെയർ അവിടെ സബ്ജക്റ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈസ് കൊടുക്കും. ഈ വ്യത്യാസം അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരു കാര്യം തന്നെയല്ല, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോവാം. കാര്യം എല്ലാ സ്പെക്ടിക്കിൾസ് വരുമ്പോഴും അല്ലെങ്കിൽ എല്ലാ ഇത് വരുമ്പോഴും ആ പെയർ ഓഫ് സ്പെക്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആ പെയർ സിംഗുലർ, അപ്പോൾ നമ്മളവിടെ പറയും ഈസ് എന്ന് പറയും. അതാണ് വ്യത്യാസം, ഡിഫറൻസ് മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ പ്ലൂറൽ പെയറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലൂറൽ നൗണുകളെ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ. ക്ലിയർ ആണല്ലോ ഈ ഭാഗം? ഡൗട്ട് ആ ഭാഗത്തിലില്ലെന്ന് ഞാൻ വിചാരിക്കുവാണേ. ഇനി ഷെബയ്ക്ക് ഞാൻ മറ്റേ ഇതിലോട്ട് വരാം. ഷെബ നേരത്തെ പറഞ്ഞ പോലെ ഷെബ അവിടെ മെയ്ക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലൂറൽ ഫോമാണെന്ന് ഞാൻ പറഞ്ഞു. ഇത്രേ കാര്യമുള്ളൂ. എൻ്റെ അച്ഛൻ്റെ ഇക്കണോമിക്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ ഞാൻ പൊസഷൻ ഉപയോഗിച്ചത് കണ്ടോ? നേരത്തെ അവിടെ ഉപയോഗിച്ച അതേപോലെ ഇവിടെ പൊസസീവ് ഉപയോഗിച്ചതുണ്ടോ? അല്ലേ, നൗണിൻ്റെ പൊസഷനാണ് അപ്പസ്ട്രോഫി ഇടുന്നത്. അല്ലാതെ നമ്മൾ പറയുന്ന പൊസസീവ് അഡ്ജക്റ്റീവ് ആണത് ഇത്, ദെയർ, മൈ, യുവർ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഹിസ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്റ്റ് ആണ്, പക്ഷേ ഹിസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഷെബ ശ്രദ്ധിക്കണേ, നോക്കാം. ഹിസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡാഷ് നോ സെൻസ് നൗ. ഓപ്ഷൻ ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കാം. മേക്ക്. ഓപ്ഷൻ ബി മേക്സ്. ഓപ്ഷൻ സി മെയ്ഡ്. ഓപ്ഷൻ ഡി മേക്കിംഗ്. മേക്ക് സെൻസ് അല്ലെ മെയ്ഡ് സെൻസ്, മേക്കിംഗ് സെൻസ് എന്നൊക്കെ പറഞ്ഞതിനർത്ഥം കോംപ്രിഹെൻഡ് ചെയ്യപ്പെടുക, ക്ലിയർ ആവുക എന്നർത്ഥം. നമുക്കത് ക്ലിയർ ആയി മനസ്സിലാവുക, അതാണ് അർത്ഥം മേക്ക് സെൻസ് എന്ന് പറയുന്നത്. അപ്പം ഹിസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡാഷ് നോ സെൻസ് നൗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നോ സെൻസ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവുന്നില്ല, അവൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അർത്ഥം എന്താ? നോർമൽ കേസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. എന്നാണ് ജെനറ്റിക്സ് പോലെ, നമ്മളിപ്പോൾ പറഞ്ഞ ജെനറ്റിക്സ്, ഫിസിക്സ്, ലിംഗ്വിസ്റ്റിക്സ്, ഫിസിക്സ്, ഇക്കണോമിക്സ്, പൊളിറ്റിക്സ് പോലെയുള്ള മാത്തമാറ്റിക്സ് ഒക്കെ പോലെയുള്ള സബ്ജക്റ്റുകളായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇവയെ ഉപയോഗിക്കാം. അതെപ്പോഴാണ്? അവർ തന്നെ ഇങ്ങനെ പേരിൻ്റെ കൂടെ നമ്മൾ അവിടെ ആർട്ടിക്കിൾ ഒന്നും കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇനി ഇവിടെ ഹിസിൻ്റെ സ്ഥാനത്ത് എന്തൊക്കെ വരാം നോക്കണേ. ഞാൻ ഈ ഹിസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കൊടുക്കും, വേറെ എന്തൊക്കെ എനിക്ക് കൊടുക്കാം? ദോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഞാൻ കൊടുത്തു വിചാരിക്കും. ആ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ദി സ്റ്റാറ്റിസ്റ്റിക്സ്
ഇതെല്ലാം എനിക്ക് കൊടുക്കാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഹിസ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് എന്താ കൊടുക്കാം? ദോസ് കൊടുക്കാം, ദ കൊടുക്കാം, ഹിസ് കൊടുക്കാം. എന്താ ഇത്? ഹിസ് പൊസസീവ്സ് ആണ്, ദോസ് ഡിറ്റർമിനേഴ്സ് ആണ്, ദ ആർട്ടിക്കിൾ ആണ്. ഇവരെല്ലാം എന്തിൽ പെടുന്നതാണ്? ഡിറ്റർമിനർ എന്ന് പറയുന്ന ഒരു ബ്രോഡർ കാറ്റഗറി പെടുന്ന. നമ്മൾ ഈ പറയുന്ന നൗണുകൾ ഒരു ഡിറ്റർമിനറിന്റെ മുമ്പിൽ ഒരു ഡിറ്റർമിനർ ഇട്ട് കൊടുത്താൽ ഇത് സബ്ജക്റ്റ് അല്ല. അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു സബ്ജക്റ്റ് അല്ല. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് എന്തായി? അത് സെക്കൻഡ് അങ്ങനെ ഇടുമ്പോൾ അതെന്തായി? പ്ലൂറൽ നൗണായി. ഡേറ്റ എന്ന അർത്ഥത്തിലാണ്. ഡേറ്റ പ്ലൂറൽ ഫോമിൽ നമ്മൾ പറയില്ലേ ഡേറ്റ. നമ്പേഴ്സ് ഒക്കെ അല്ലേ, കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഡേറ്റകൾ എന്ന് പ്ലൂറൽ ഫോമാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂടെ വെർബ് കൊടുക്കുന്നത് പ്ലൂറൽ വെർബാണ്. ഇവിടെ പ്ലൂറൽ വരാൻ കാരണം എന്താ? സബ്ജക്റ്റ് ആയിട്ടല്ല നമ്മൾ ഉപയോഗിച്ചത്. സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക മാത്രമേ അവർ സിംഗുലർ ഉള്ളൂ, അല്ലാത്ത പക്ഷെ അവർ സിംഗുലർ അല്ല. ഷെബയ്ക്ക് മനസ്സിലായോ? അല്ല, ഷെബിക്ക് മനസ്സിലായോ? സോറി, ഷെബി എന്നല്ല, സോറി, ഷെബ എന്ന് കുറേ തന്നെ പറഞ്ഞു, സോറി ഫോർ ദാറ്റ്. ഷെബി മനസ്സിലായോ എന്താന്ന്? നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റ് ആയിട്ട് അവർ ഉപയോഗിക്കുന്ന അല്ലാതെ, അതായത് ആർട്ടിക്കിൾ ഒന്നും മുൻപില്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റാണ്. അല്ലാത്ത പക്ഷെ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചാലും അവർ സബ്ജക്റ്റ് അല്ല, പ്ലൂറലായിട്ട് മാത്രമേ നമ്മൾ അതിനെ പറയുള്ളൂ. അതിൻ്റെ മുമ്പ് നമ്മളൊരു ഡിറ്റർമിനർ ഇട്ട് കൊടുത്താൽ, അതിപ്പോൾ പൊസസീവ്സ് ആയിക്കോട്ടെ, ഡിമോൺസ്ട്രേറ്റീവ്സ് ആയിക്കോട്ടെ, ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, ഏതിട്ട് കൊടുത്താലും അതെന്താ? ഈ പ്ലൂറൽ ഫോമിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. മനസ്സിലായോ? പറഞ്ഞതിൻ്റെ ഐഡിയ ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഷെബിക്ക് ഇവിടെ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഇത് ഓക്കെ ആണ്, നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ നൗണുകളുടെ പ്രത്യേകതകൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്ലൂറൽ ഫോമിലുള്ള പ്ലെയറിലുള്ള നൗണുകളുടെയും എക്സാമ്പിൾ പറഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്ന കോമ്പൗണ്ട് നൗണുകളെ പറ്റിയാണ്. ഓക്കെ, കോമ്പൗണ്ട് നൗണിൻ്റെ പ്രത്യേകത ഇതാണ്. കെമിക്കൽ കോമ്പൗണ്ട്സിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, കെമിസ്ട്രിയിൽ. മേക്സ് സിംഗുലർ. ഓ, വെർബിലാണ് ഷെബിക്ക് ഡൗട്ട്. ഷെബി ശ്രദ്ധിക്കാം, വെർബിലാണ് ഷെബിക്ക് ഡൗട്ട് അല്ലേ? അത് ബേസിക് കാര്യമാണ്, ഷെബി അത് ശ്രദ്ധിച്ചോണം. ഈ പറഞ്ഞ ഡൗട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഷെബി പറഞ്ഞ മേക്ക്, മേക്സ് അത് തമ്മിലുള്ള ഡിഫറൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, നമ്മൾ നൗണിൻ്റെ കൂടെ എസ് ഇട്ട് കൊടുത്താൽ അത് പ്ലൂറലാവും. ഏത് നൗണിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ എസ് ഇട്ട് കൊടുത്താൽ അത് പ്ലൂറലാവും. വെർബ് നേരെ തിരിച്ചാ. വെർബിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഒരു വെർബിൻ്റെ കൂടെ നമ്മൾ എസ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, വെർബിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്. ഞാനൊരു വെർബ് എഴുതും ഇവിടെ. ഡോഗ്, ബാർക്സ്. ഡോഗ്സ്, ഡോഗ് സിംഗുലർ ആണ്. സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വെർബ് ഇട്ട് കൊടുക്കണം. നോക്കിക്കേ, ഞാനിവിടെ എസ് ഇട്ട് കൊടുത്തു. സെബി ഇവിടെ ശ്രദ്ധിക്കണേ, ഞാനിവിടെ എസ് ഇട്ട് കൊടുത്തു. അപ്പം അതെന്തായി? ഇത് സിംഗുലർ വെർബാണ്. എന്നാൽ ഡോഗ്സ് പ്ലൂറൽ അല്ലേ? ഡോഗ്സിൻ്റെ കൂടെ ഞാൻ എന്തിട്ട് കൊടുക്കണം? പ്ലൂറൽ വെർബ് ഇട്ട് കൊടുക്കണം. പ്ലൂറൽ വെർബിൽ എന്തില്ല? എസ് ഇല്ല. ശ്രദ്ധിക്കണേ, പ്ലൂറൽ വെർബിന് എന്തില്ല? എസ് ഇല്ല. പ്ലൂറൽ വെർബിന് എസ് ഇല്ല, സിംഗുലർ വെർബിൽ എസ് ഇട്ട് കൊടുക്കും നമ്മൾ. അതാണ് സിംഗുലർ ആയിട്ടുള്ളതാണ് ഈസ് വരുന്നത്. അല്ല, എസ് ഉള്ളതിനെ നോക്കിയേ, ഹാസ്, ഈസ്, ഡസ്, പ്ലേസ്, മേക്സ്, ബാക്സ്, ഗോസ്, ഗിവ്സ്, റിട്ടേൺസ്, വാച്ചസ്. അങ്ങനെയില്ലേ? എസ് ഉള്ളതെല്ലാം പ്ലൂറൽ അല്ല, സിംഗുലർ ആണ് ഇത് വെർബുകൾ കേട്ടോ. അതേ സമയത്ത് നമ്മൾ എസ് ഇല്ലാത്ത എല്ലാം എന്താണ്? പ്ലൂറലുമാണ്. അതാണ് ഡിഫറൻസ്. അത് മനസ്സിലായോ? നൗണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വെർബ്. വെർബിന് എസ് ഇട്ട് കൊടുത്താൽ സിംഗുലർ ആവും, നൗണിന് എസ് ഇട്ട് കൊടുത്താൽ പ്ലൂറലാവും. ഞാൻ പറഞ്ഞു, ഒരു എലഫൻറ്റിൻ്റെ കൂടെ എസ് ഇട്ട് കൊടുത്തു, എലഫൻസ് പ്ലൂറൽ. സെയിം. അത് ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് എന്തിലോട്ട് പോകാം? അടുത്തതിലോട്ട് പോകാം. നോക്കിയോ, നൗൺ കോമ്പൗണ്ട്. ഞാൻ പറഞ്ഞു കെമിക്കൽ കോമ്പൗണ്ട് 2 എലമെൻറ്റുകൾ കൂടി ചേർന്നാൽ ഒരു കോമ്പൗണ്ടായി മാറും. അപ്പം നൗൺ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെ കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? 2 നൗണുകളോ അല്ലെ 2 വേർഡ്സോ കൂടി ചേർന്ന്
ഒരു നൗൺ ആയിട്ട് ഫോം ചെയ്യുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? നൗൺ കോമ്പൗണ്ട് എന്ന് വിളിക്കാം. നൗൺ കോമ്പൗണ്ട് ബേസിക് ആയിട്ട് പറഞ്ഞ എത്രേ ഉള്ളൂ? 2 or more words. Combine. 2 or more words combined നെയാണ് നമുക്ക് എന്ത് പറയാ? നൗൺ കോമ്പൗണ്ട്സ് എന്ന് പറയാം. ഈ രണ്ട് വേർഡ്സ് കമ്പൈൻ ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടും? ഒരു നൗൺ, ഒരു ഫ്രഷ് ആയിട്ടൊരു നൗൺ കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നൗൺ കോമ്പൗണ്ട്സ്. രണ്ട് വേർഡ്സ് കമ്പൈൻ ചെയ്താൽ മതി, പക്ഷെ ഫോം ചെയ്യുന്ന വേർഡ് എന്തായിരിക്കണം? ഈക്വൽ ടു എ നൗൺ. ഒരു ഫ്രഷ് ആയിട്ടൊരു നൗൺ ആയിരിക്കണം വരേണ്ടത്. ആ വരുന്ന നൗണിനാണ് നമ്മൾ നൗൺ കോമ്പൗണ്ട് വിളിക്കുക. 3 തരത്തിലുണ്ട് നൗൺ കോമ്പൗണ്ടുകൾ. ക്ലോസ് കോമ്പൗണ്ട്സ് ഉണ്ട്, ഓപ്പൺ കോമ്പൗണ്ട്സ് ഉണ്ട്, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ് ഉണ്ട്. രണ്ട് വേർഡ്സ് നോക്കി. റെയിൻബോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു തരാം. രണ്ട് വേർഡ്സ് നോക്കി. റെയിൻബോ സ്പ്ലിറ്റ് ചെയ്തു. റെയിനും ബോ രണ്ട് വേർഡ് കൂടി ചേർന്നു, എന്ത് കിട്ടി? റെയിൻബോ. കീബോർഡ്, കീം ബോർഡോട് കൂടി ചേർന്നു, രണ്ട് വേർഡ്സ് കൂടി ചേർന്നു, കീബോർഡ്സ്. ന്യൂസ് പേപ്പർ, ന്യൂസും പേപ്പറോട് കൂടി ചേർന്നു, രണ്ട് വേർഡ് കൂടി ചേർന്ന് എന്ത് കിട്ടി? ന്യൂസ് പേപ്പർ കിട്ടി. അടുത്ത് നോക്കിക്കേ. ഓപ്പൺ കോമ്പൗണ്ട്സ് എന്താ? ഈ ക്ലോസ് കോമ്പൗണ്ടിൽ ഗ്യാപ്പ് ഇല്ല, കണ്ടോ? ഓപ്പൺ കോമ്പൗണ്ടിൽ എന്താ? ഗ്യാപ്പ് ഉണ്ട്, കണ്ടോ? സ്കൂൾ ബസ് രണ്ട് നൗണുകൾ ചേർന്ന് വരും. ബസ് സ്റ്റാൻഡ് രണ്ട് നൗണുകൾ ചേർന്ന് വരുന്നു, പക്ഷെ ഗ്യാപ്പ് ഉണ്ട്. സെക്യൂരിറ്റി ഗാർഡ് അല്ലേ? പോലീസ് സ്റ്റേഷൻ, അതൊക്കെ എന്തിപ്പെടുന്ന? ഓപ്പൺ കോമ്പൗണ്ടിൽ ഗ്യാപ്പ് ഉണ്ട്. ഹൈഫനേറ്റഡ് കോമ്പൗണ്ടിൽ എന്താ? ഹൈഫൻ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഡോട്ടർ ഇൻ ലോ, സൺ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, റണ്ണർ അപ്പ്, ഇതൊക്കെ എന്തിപ്പെടുന്ന? ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സിൽ എന്തുണ്ട്? ഹൈഫൻ ഉണ്ട്, അതാ ഡിഫറൻസ്. ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്സിൽ നിങ്ങൾക്ക് ഹൈഫൻ കാണാൻ പറ്റും, അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഹൈഫനേറ്റഡ് കോമ്പൗണ്ട്, ഓപ്പൺ കോമ്പൗണ്ട് ആൻഡ് ക്ലോസ് കോമ്പൗണ്ട് തമ്മിൽ ഡിഫറൻസ് എത്രേ ഉള്ളൂ. നൗൺ കോമ്പൗണ്ടുകൾ ഇത്രേ ഉള്ളൂ. രണ്ടല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ വേർഡ്സ് കമ്പൈൻ ചെയ്ത് ഒരു നൗൺ ഫോം ചെയ്താൽ അതിനെ നമുക്ക് വിളിക്കാം നൗൺ കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നൗൺ കോമ്പൗണ്ടിന്റെ പ്രത്യേകത. ഇനി നൗൺ കോമ്പൗണ്ടിൽ നമുക്ക് പലതരത്തിൽ ഫോം ചെയ്യാം. നൗൺ കോമ്പൗണ്ടിന്റെ പ്രത്യേകത അറിയാം. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മളോട് നൗൺ കോമ്പൗണ്ടിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഫൈൻഡ് ദ ഓഡ് വൺ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ചോദ്യം ഡയറക്റ്റ് ആയിട്ടൊന്നും വരില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് എന്തിരിക്കും? ഫൈൻഡ് ദ ഓഡ് വൺ, ഇങ്ങനെ ചോദിക്കാം. ഇനി അതും അല്ലെങ്കിൽ കോമ്പൗണ്ട് നൗൺ കേട്ടോ. ഇതിലെ കോമ്പൗണ്ട് നൗൺ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഓഡ് വണ്ണിനെ കണ്ടുപിടിക്കുക എന്നൊക്കെ ചോദ്യം ചോദിക്കാം. ഓപ്ഷൻ എ ശ്രദ്ധിക്കണം, നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നറിയോ? incapable, helplessness, C, heartbroken, D, നെറ്റ്വർക്ക്. ഇതിൽ ഏതാ ഓഡ് വൺ അല്ലെ കോമ്പൗണ്ട് നൗൺ എന്ന് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഏത് കണ്ടുപിടിക്കും? ആലോചിച്ച് നോക്കിയേ, ഏതായിരിക്കും? ഫൈൻഡ് ദ ഓഡ് വൺ, കോമ്പൗണ്ട് നൗൺ അല്ലെങ്കിൽ കോമ്പൗണ്ട് നൗൺ. ശ്രദ്ധിക്കണം, ചോദ്യം എന്താ? ചിലപ്പോൾ ഓഡ് വൺ കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ കോമ്പൗണ്ട് നൗൺ ഇതല്ല കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അങ്ങനെ ചോദിക്കാം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നറിയോ? കോമ്പൗണ്ട് നൗണിൻ്റെ പ്രത്യേകത രണ്ട് വേർഡ്സോ അല്ലെങ്കിൽ രണ്ട് കൂടുതൽ വേർഡ്സിനെ കൂടി ചേർത്ത് ഒരു നൗൺ ഫോം ചെയ്തിരിക്കണം. ഇൻകേപ്പബിൾ, ഹെൽപ്ലെസ്നെസ്, ഹാർട്ട് ബ്രോക്ക് ഉണ്ട്, രണ്ടേ നൗണുള്ളൂ. നെറ്റ്വർക്കിൽ രണ്ട് നൗണുള്ളൂ. ഏതാ? ഹെൽപ്ലെസ്നെസ്സും നെറ്റ്വർക്കും. ഇത് രണ്ട് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നൗൺ ഏതാ? ഹെൽപ്ലെസ്നെസ് നൗണാണ്, നെറ്റ്വർക്ക് നൗണാണ്. ഹാർട്ട് ബ്രോക്കൺ എന്താ? അഡ്ജക്റ്റീവ്. ഇൻകേപ്പബിൾ എന്താ? അഡ്ജക്റ്റീവ്. അപ്പോൾ അത് രണ്ട് നമുക്ക് വേണ്ട, കട്ട് ചെയ്ത് കളയാം. ഹെൽപ്ലെസ്നെസ്സും നെറ്റ്വർക്കും ഉണ്ട്, നൗണല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെ നൗണിന് നമുക്ക് എന്ത് വേണം? കോമ്പൗണ്ട് നൗൺ ആയിരിക്കണം. കോമ്പൗണ്ട് നൗൺ ആകുമ്പോൾ രണ്ട് വേർഡ് കൂടി ചേർന്നിട്ടുണ്ടായിരിക്കണം അല്ലേ? ഹെൽപ്പ് ലെസ്നെസ്, ഹെൽപ്പിൻ്റെ കൂടെ സഫിക്സ് ഇട്ട് കൊടുക്കും. ഇത് കണ്ടോ,
ഹെൽപ്പിന് ശേഷം വന്നിരിക്കുന്ന സഫിക്സ് കണ്ടിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. സഫിക്സ് എന്താ സംഗതി എന്നറിയോ? ശേഷം വരുന്ന വാക്ക് അറ്റാച്ച്മെന്റ്. വാക്ക് പോലുമല്ല, ഹാപ്പിനെസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ലേ, ഇത് അറ്റാച്ച്മെന്റ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കില്ല, അതുപോലെ അറ്റാച്ച്മെന്റ് അത് നമ്മൾ പ്രയോഗിക്കുന്ന ഒരു സഫിക്സാണ്. സഫിക്സും പ്രിഫിക്സും നമുക്ക് ഒരു അറ്റാച്ച്മെന്റുകൾ മാത്രം, ഫുൾ ഒരു വേർഡ് പോലും ഇല്ല. അപ്പം 2 വേർഡ് കൂടി ചേർന്ന് ഉണ്ടാവണം നിർബന്ധമല്ലേ? നോക്കിയേ, നെറ്റ്വർക്ക് ഒരു വാക്ക്, നെറ്റ് അടുത്ത വാക്ക് വർക്ക്, 2 വേർഡുകൾ കൂടി ചേർത്ത് ഒരു നൗൺ ഉണ്ടായി, കോമ്പൗണ്ട് നൗൺ ഉണ്ടായി, നെറ്റ്വർക്ക്. ഇതിന്റെ ആൻസർ നെറ്റ്വർക്കാണ്. ഇനി ഹാർട്ട് ബ്രോക്കൺ, ഇതിൽ നമ്മൾ ഹാർട്ട് ബ്രോക്കൺ എന്താ? അഡ്ജക്റ്റീവ്. ഇത് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണേ. ഹാർട്ട് ബ്രോക്കൺ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണ്, ഒരു നൗണും അഡ്ജക്റ്റീവ്. ഹാർട്ട് ബ്രോക്കൺ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവാണ്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് നൗൺ ചെയ്താൽ കോമ്പൗണ്ട് നൗണിന് തന്നെ ഉത്തരം കൊടുക്കണം. ഇനി ഇതിൽ എല്ലാത്തിലും സഫിക്സോ പ്രിഫിക്സോ ഒക്കെ ഇട്ടു. ഇപ്പോൾ ഇൻകേപ്പബിൾ എന്ന് പറയുന്നത് എന്താ? പ്രിഫിക്സ് ആണ്. അപ്പോൾ പ്രിഫിക്സ് ഇട്ടിട്ടോ സഫിക്സ് ഇട്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതുണ്ടോ, ഇത് ഞാൻ എടുത്ത് പറയുകയാണേ, ഇത് അഡ്ജക്റ്റീവ് ആയത് നമ്മൾ നോക്കാതെ, ഇത് പ്രിഫിക്സാണ്. എന്ന് പറയുന്നത് പ്രിഫിക്സാണ്. അപ്പോൾ പ്രിഫിക്സോ സഫിക്സോ അറ്റാച്ച്മെന്റുകൾ മാത്രമാണ്. അത് വെച്ചിട്ട് നമുക്ക് നൗൺ, അതൊരു കോമ്പൗണ്ട് നൗൺ ആണെന്ന് പറയാം, കോമ്പൗണ്ട് ആണെന്ന് പറയാൻ പറ്റില്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങൾ ഞാൻ ഇതിലോട്ട് ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിൽ കൂടി കുറച്ചുകൂടി ഹൈ ലെവലിൽ ചോദ്യങ്ങൾ ചോദിക്കാം. കഴിഞ്ഞ എക്സാമിനൊക്കെ നമ്മളോട് ചോദിച്ച രീതിയിൽ ഹൈ ലെവൽ ക്വസ്റ്റൻസ് ചോദിക്കാം. ആ ക്വസ്റ്റൻസ് ഞാൻ കാണിച്ചു തരാം. ഹൈ ലെവൽ ക്വസ്റ്റൻസ് എങ്ങനെയായിരിക്കും, കോമ്പിനേഷൻ ടൈപ്പ് ക്വസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നത് കാണിച്ചു തരാം. അതും ഞാൻ കാണിച്ചു തരാം എങ്ങനെയെങ്കിലും നൗൺ ടൈപ്പ് ചോദിക്കാന്നുള്ളത്. ഇനി ഈ പറയുന്ന കോമ്പൗണ്ട് നൗണിൽ തന്നെ നമുക്ക് നോക്കാം. ഓപ്പൺ കോമ്പൗണ്ട്, ക്ലോസ് കോമ്പൗണ്ടിന്റെ പ്ലൂറൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. സ്പൂൺഫുൾ പ്ലൂറൽ എങ്ങനെ കണ്ടുപിടിക്കും? ക്ലോസ്ഡ് കോമ്പൗണ്ട് ആണെങ്കിൽ അവസാനം SES ഇട്ട് കൊടുക്കുക. ജസ്റ്റ് അത്രേ ഉള്ളൂ. സ്പൂൺഫുൾ, സ്പൂൺഫുൾസ്. ഹാൻഡ്ഫുൾ, ഹാൻഡ്ഫുൾസ്. ടൂത്ത് ബ്രഷ്, ടൂത്ത് ബ്രഷസ്. S അല്ലെങ്കിൽ ES. മാച്ച് ബോക്സ്, മാച്ച് ബോക്സസ്. ബെഡ്റൂം, ബെഡ്റൂംസ്. ക്ലോസ് കോമ്പൗണ്ട് ഓപ്പൺ കോമ്പൗണ്ട് അങ്ങനെ തന്നെയാണ്. ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ എന്താ? ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ, ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ. നോക്കൂ, റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ കൊടുക്കും? S ഇട്ട് കൊടുക്കും. അതുപോലെ നോക്കിയാൽ ആർട്സ് കോളേജ്, ക്രിക്കറ്റ് മാച്ച്. ഇതിനൊക്കെ പ്ലൂറിൽ എങ്ങനെ കൊണ്ട് കൊടുത്താൽ മതി? രണ്ടാമത്തെ വേർഡിൽ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അവസാനം. സ്റ്റേഷൻസ്, കോളേജസ്, മാച്ചസ്. ക്രിക്കറ്റ് മാച്ചസ്, ആർട്സ് കോളേജസ്, റെയിൽവേ സ്റ്റേഷൻസ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഓപ്പൺ കോമ്പൗണ്ട് ക്ലോസ് കോമ്പൗണ്ട് ഒരേപോലെ. ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് ശ്രദ്ധിക്കണം. അതിലെവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് അറിയോ? അവിടെ ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വരുമ്പോൾ നമ്മൾ മെയിൻ വേർഡ് നോക്കുക. ആ മെയിൻ വേർഡ് ഏതാണോ അവിടുത്തെ മെയിൻ വേർഡ്, നൗണായിട്ടൊരു മെയിൻ വേർഡ് ഉണ്ടാവും. ആ മെയിൻ വേർഡിന് പ്ലൂറൽ ഇട്ട് കൊടുക്കണം. ഇപ്പം സൺ ഇൻ ലോയിൽ മെയിൻ വേർഡ് ഏതാ? സൺ ആണ് അവിടുത്തെ മെയിൻ വേർഡ്. സ്റ്റെപ്പ് സിസ്റ്ററിൽ സിസ്റ്റർ. കമാൻഡർ ഇൻ ചീഫിൽ, അത് ഗ്രാമറിൽ പോലും കേട്ടോ, കറക്ഷൻ ഓഫ് സെന്റൻസസിൽ ചോദിക്കും. കമാൻഡർ ഇൻ ചീഫിൽ കമാൻഡർ ആണ് മെയിൻ വേർഡ്. പാസർ ബൈയിൽ പാസർ ആണ് മെയിൻ വേർഡ്. പിക്ക് പോക്കറ്റിൽ പോക്കറ്റ് ആണ് മെയിൻ വേർഡ്. പിക്ക് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പോക്കറ്റ് എടുക്കാരൻ, പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്നു, പിക്ക് ചെയ്യുന്ന ആള്, പോക്കറ്റ് പിക്ക് ചെയ്യുന്ന ആള് പിക്ക് പോക്കറ്റ്. പാസർ ബൈ, പാസ് ചെയ്ത് പോകുന്ന ആള് പാസർ ബൈ. കമാൻഡർ ഇൻ ചീഫ്, ചീഫ് ആയിട്ടുള്ള കമാൻഡർ ആരാണ്? സ്റ്റെപ്പ് സിസ്റ്റർ അല്ലെ, സൈഡായിട്ടൊരു സിസ്റ്റർ, സ്റ്റെപ്പ് സിസ്റ്റർ അങ്ങനെയാണ്. അതുപോലെ സൺ ഇൻ ലോ, ഇൻ ലോയിൽ മരുമകൻ അല്ലെ, ഇൻ ലോ ആയിട്ടുള്ള മകൻ, ഒറിജിനൽ മകനല്ല മരുമകൻ അല്ലെ. അപ്പൊ അവിടെ നമ്മൾ എല്ലാത്തിനും കൊടുത്തേക്കുന്നത് എന്താ നോക്കിയേ? പ്ലൂറിൽ വന്നേക്കുന്ന ആ മെയിൻ വേർഡുകളിലാണ്. സൺസ് ഇൻ ലോ, സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്, കമാൻഡേഴ്സ് ഇൻ ചീഫ്, പാസേഴ്സ് ബൈ, പിക്ക് പോക്കറ്റ്സ്. മെയിൻ വേർഡ് കണ്ടുപിടിക്കുക, മെയിൻ വേർഡിന് പ്ലൂറൽ ഇട്ട് കൊടുക്കുക. അതാണ് നമ്മൾ ഹൈഫനേറ്റഡ് കോമ്പൗണ്ടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നോൺ കോമ്പൗണ്ടുകളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത പോയിന്റ് സെന്റൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്ര വരെ നമ്മൾ പഠിച്ചതിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ടൈപ്പ് കൂടെ പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ നമ്മൾ പഠിച്ചതിൽ ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ, എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് നോക്കാം. പിക്ക് ഔട്ട് ദ സെന്റൻസ് വിത്ത് ദ റോങ് യൂസേജ് ഓഫ് നൗൺസ്. അതായത് ഇവിടെ ഒരു സെന്റൻസ് നോക്കണേ, ഒരു സെന്റൻസ് കണ്ടുപിടിക്കണം. ആ സെന്റൻസ് എന്താണ്? അത് റോങ് യൂസേജ് ആണ്, നൗണിന്റെ റോങ് യൂസേജ് വന്നേക്കുന്ന ഒരു സെന്റൻസ് ഇവിടെ ഉണ്ട്. അത് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വി ബോട്ട് ന്യൂ ഫർണിച്ചർ, മൈ ഫാദർ ഗേവ് മീ എ പീസ് ഓഫ് അഡ്വൈസസ്, ഐ കളക്റ്റഡ് ദ ഡേറ്റ, മാത്തമാറ്റിക്സ് ഈസ് ഈസി ടു ലേൺ. ഇത് നമ്മൾ നോക്കണമെങ്കിൽ നൗണ് മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, തൽക്കാലത്തേക്ക് ഇത് നമുക്ക് ലീവ് ചെയ്തിട്ട്
നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കണമെങ്കിൽ മൊത്തം അത്യാവശ്യം നമ്മൾ എല്ലാം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. Use the combination, correct combination for the compound word. ഇവിടെ ഒരു കോമ്പൗണ്ട് വേർഡ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ കറക്റ്റ് കോമ്പിനേഷൻ നോക്കുക. വാട്ടർ ബോട്ടിൽ വെർബ് പ്ലസ് നൗൺ ആണോ, അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ ആണോ, നൗൺ പ്ലസ് നൗൺ ആണോ, അഡ്വേർബ് പ്ലസ് നൗൺ ആണോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. കോമ്പൗണ്ട് വേർഡ് ചോദിച്ചിട്ട് അതിലേത്, ഞാൻ പറഞ്ഞു കോമ്പൗണ്ട് നൗണുകളാകുമ്പോൾ ഫോം ചെയ്യുന്ന നൗൺ ആണ്. ഏതൊരു കോമ്പൗണ്ട് വേർഡ് അല്ല, ഞാൻ പറഞ്ഞു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഉണ്ട്, കോമ്പൗണ്ട് ഇത് നമ്മുടെ കോമ്പൗണ്ട് ആയിട്ടുള്ള നമുക്ക് വേർഡ്സ് മറ്റ് വേർഡ്സുകൾ കൂടി ചേർന്നുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മുടെ മുമ്പിൽ വരുന്ന ആ വേർഡ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ആ വേർഡ് അത് ഇമ്പോർട്ടൻ്റാണ്. ആ വേർഡ് എങ്ങനെ കോമ്പിനേഷനിൽ വന്നേക്കുന്നതാണ് നോക്കുക. ഇപ്പം കണ്ട വേർഡില്ലേ, അതെങ്ങനെ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നോക്കുക. ആ കോമ്പിനേഷൻ നോക്കി കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അത് ഇമ്പോർട്ടൻ്റ്. യെസ്. അപ്പോൾ വെർബ് നൗൺ ആണോ, അഡ്ജക്റ്റീവ് നൗൺ ആണോ, അതോ നൗൺ ആണോ, അതോ അഡ്വേർബ് നൗൺ ആണോ? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എൻ്റെ മുമ്പിലുള്ള വേർഡ് ഇതാണ്, വാട്ടർ ബോട്ടിൽ. നിങ്ങൾക്കറിയാം വാട്ടർ വെള്ളം, ബോട്ടിൽ വെള്ളം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു, മെറ്റീരിയൽ നൗണിൽ പെടുന്നതാണ് അല്ലേ? വെള്ളം ഒരു നൗണാ, ബോട്ടിൽ ഒരു നൗണാ. നൗൺ പ്ലസ് നൗൺ അല്ലേ? ഇവിടെ നൗൺ പ്ലസ് നൗൺ കോമ്പിനേഷൻ ഉണ്ടോ? ഉണ്ട്. ആൻസർ ഏതാ? നൗൺ പ്ലസ് നൗൺ. ക്വസ്റ്റ്യൻ എങ്ങനെയാ വന്നേ നോക്കി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചൂസ് ദി അപ്രോപ്രിയേറ്റ് കോമ്പൗണ്ട് വേർഡ് ഫോർ ദ കോമ്പിനേഷൻ അഡ്ജക്റ്റീവ് പ്ലസ് വേർബ്. ഇനി ചോദിച്ചേക്കുന്നത് അഡ്ജക്റ്റീവ് വെർബും ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണത്? ബ്ലൂ മൂൺ ആണോ അഡ്ജക്റ്റീവ് പ്ലസ് വെർബായിട്ട് വന്നേക്കുന്നത്? വൈറ്റ് വാഷ് ആണോ അഡ്ജക്റ്റീവ് പ്ലസ് വെർബായിട്ട് വന്നിരിക്കുന്നത്? റെഡ് ഹിൽസ് ആണോ, അതോ ഗോൾഡ് റഷ് ആണോ? ഇത് കോമ്പൗണ്ട് വെർബ്. ഇത് കോമ്പൗണ്ട് വെർബാ. കാര്യം അഡ്ജക്റ്റീവും വെർബോട് കൂടി ചേർന്ന് വരുന്നതിന് അവസാനം ഫോം ചെയ്യുന്ന ഒരു വെർബാണല്ലോ. അപ്പോൾ അല്ല, ഏതാ കോമ്പൗണ്ട് വെർബ്? ഏതാ ഇതിൽ കൊടുത്തിട്ടുണ്ട്? അഡ്ജക്റ്റീവ് പ്ലസ് വെർബാ. അപ്പം ജോയിൻ ചെയ്ത് വന്നേക്കുന്ന ഒരു വെർബാ, കോമ്പൗണ്ട് വെർബാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ലോജിക്ക് അറിയണം. ഇപ്പം നമ്മൾ കോമ്പൗണ്ട് നൗൺ പോലെ തന്നെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് കോമ്പൗണ്ട് വെർബും ഉണ്ട് കേട്ടോ. അതാ ഇമ്പോർട്ടൻ്റ് ഇവിടെ. അത് കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചാൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റണം. എങ്ങനെയെന്ന് മനസ്സിലായോ? അതായത് നേരത്തെ കാണിച്ചു ഞാൻ പറഞ്ഞില്ലേ, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാൽ അത് എഴുതാൻ പറ്റണം. അഡ്ജക്റ്റീവ് ഇതിപ്പോൾ PSC ലെവലിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമല്ല. ഇത് PSC ലെവലിൽ ചോദിക്കില്ല. PSC ഇങ്ങനെയല്ല, കോമ്പൗണ്ട് നൗൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അങ്ങനെയുള്ളതേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി കൂടിയ ലെവലിലോട്ട് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ എന്തും അഡ്ജക്റ്റീവ് വെർബും വരുന്ന കോമ്പിനേഷൻ ഏതാ? ബ്ലൂ അഡ്ജക്റ്റീവ് ആണെന്ന് പറയാം. ശരിയാ, ബ്ലൂ അല്ലേ? കളർ. റെഡ് ഷർട്ട്, ബ്ലൂ ഷർട്ട്, അതുപോലെ റെഡ്, ഗോൾഡ് ഒക്കെ അഡ്ജക്റ്റീവിൽ പെടുന്ന. ബ്ലൂ, വൈറ്റ്, റെഡ്, ഗോൾഡ് ഒക്കെ അതെ. ഗോൾഡ് റഷ് ഗോൾഡ് റഷ് ചെയ്യുക എന്ന് പറയോ? റെഡ് ഹിൽസ് ചെയ്യുക എന്ന് പറയോ? വൈറ്റ് വാഷ് ചെയ്യുക എന്ന് പറയോ? ബ്ലൂ മൂൺ ചെയ്യുക എന്ന് പറയോ? വൈറ്റ് വാഷ് ചെയ്യാന്ന് പറയും. വീടിന് വൈറ്റ് വാഷ് ചെയ്യാന്ന് പറയും അല്ലേ? വൈറ്റ് വാഷ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു വെർബാണ്. അപ്പോൾ വെർബാണ്. അഡ്ജക്റ്റീവും വെർബൂടെ കൂടി കോമ്പിനേഷൻ ആണെങ്കിൽ വാഷ് ചെയ്യുക. മൂന്ന് വെർബല്ല. ഹിൽസ് വെർബല്ല. റഷ് വെർബുണ്ട്, പക്ഷെ ഗോൾഡ് റഷ് ചെയ്യുക എന്ന് പറയില്ല. ദാറ്റ്സ് റോങ്. അപ്പം രണ്ടിടത്തിന് നമുക്കുള്ളൂ, റഷ് ചെയ്യുക, വാഷ് ചെയ്യുക, രണ്ടുള്ള വെർബ് വരുന്നത്. അതിൽ വൈറ്റ് വാഷ് ആണ് കോമ്പൗണ്ട് ആയിട്ടുള്ള വേർഡ് ഫോർ അഡ്ജക്റ്റീവ്. ഇത് ഇറ്റ്സ് എ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് കേട്ടോ. ഇതൊരു അഡ്ജക്റ്റീവ് പോട്ടെ, കോമ്പൗണ്ട് വേർബാണിത് വൈറ്റ് വാഷ് ചെയ്യുക എന്ന് പറയുന്നത്. കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് നമ്മൾ കണ്ടു, കോമ്പൗണ്ട് നൗൺ കണ്ടു, കോമ്പൗണ്ട് വേർബും ഇപ്പോൾ കണ്ടു. അടുത്ത വീണ്ടും അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ കോമ്പൗണ്ട് കോമ്പിനേഷൻ നോക്കി. വാച്ച്മെൻ ആണോ, ഹാർഡ് വർക്കിംഗ് ആണോ, ഹോട്ട് വാട്ടർ ആണോ, വൈറ്റ് വാഷ് ആണോ? നമ്മൾ നേരത്തെ കണ്ട വൈറ്റ് വാഷ് ഇല്ലേ, ഒറ്റ വാക്കായിട്ട് എഴുതാം കേട്ടോ. നമുക്കത് ഒറ്റ വാക്കായിട്ട് എഴുതാം. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഒറ്റ വാക്കായിട്ട് എഴുതാം. കറക്റ്റ് യൂസേജ് ഒറ്റ വാക്കായിട്ട് എഴുതിയാൽ. വാച്ച്മെൻ, ഹാർഡ് വർക്കിംഗ്, ഹോട്ട് വാട്ടർ ആൻഡ് വൈറ്റ് വാഷ്. വാച്ച്മാൻ, വാച്ച് ചെയ്യുന്ന മാൻ, വേർബാണല്ലേ വാച്ച് ചെയ്യുക. മാൻ,
വെർബ് ആൻഡ് നൗൺ അവിടെ കോമ്പിനേഷൻ. ഹാർഡ് വർക്കിംഗ് അഡ്ജക്റ്റീവ് ആണ്, പക്ഷെ വർക്കിംഗ് നൗൺ അല്ല. അപ്പം അത് പോയി. ഹോട്ട് വാട്ടർ ചൂടുള്ള, ഹോട്ട് അഡ്ജക്റ്റീവ് ആണ്, നൗൺ ആണ് വാട്ടർ. എന്ത് കൊടുക്കാം? അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ, കോമ്പൗണ്ട് നൗൺ. ചോദിക്കുന്നത് ഇത് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോട്ട് ചെയ്തോണേ, നമുക്ക് എക്സാമിന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആൻസർ എഴുതാൻ പറ്റുക. ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ചോദ്യങ്ങൾ? ഹോട്ട് വാട്ടർ ആണ് നമ്മുടെ ഇവിടുത്തെ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ മെയിനായിട്ട് ഇങ്ങനത്തെ വരുന്ന ക്വസ്റ്റ്യൻസ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തോട്ടോ. യെസ്, അടുത്ത് നോക്കിയേ. ഐഡന്റിക്കലായ സിംഗുലറും പ്ലൂറലും. ഇപ്പം നമ്മൾ കണ്ടതിൽ സിംഗുലർ നൗണുണ്ട്, അതിന് സിംഗുലർ വെർബ് ഇട്ട് കൊടുക്കും. അതുപോലെ പ്ലൂറൽ നൗണുണ്ട്, പ്ലൂറൽ വെർബ് ഇട്ട് കൊടുക്കും. അത് നമ്മൾ പറഞ്ഞില്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു നൗണാണ്. സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഒരേ ഫോം. ഷീപ്പ് എടുക്കുക, ഷീപ്പിൻ്റെ പ്ലൂറലും ഷീപ്പ് തന്നെ. ഡിയർ എടുത്തോ, പ്ലൂറൽ ഡിയർ തന്നെ. കോഡ് കോഡ് തന്നെ. സാമൺ സാമൺ തന്നെ. സ്പീഷീസ് സിംഗുലർ സ്പീഷീസ്, ഒരു സ്പീഷീസ് എന്ന് പറയും, 2 സ്പീഷീസ് എന്ന് പറയും. ഞാൻ പറയാണ് ഒരു സ്പീഷീസ്, ഒറ്റ സ്പീഷീസേ ഉള്ളൂ എന്ന് പറയുകയാണെന്ന് വിചാരിച്ചു. 1 സ്പീഷീസ്. 2 സ്പീഷീസ് എന്ന് പറയുമ്പോഴും അത് പ്ലൂറലായി. കാര്യം സംഗതി രണ്ടും എന്താണ്? സിംഗുലർ പ്ലൂറലും. അതുപോലെ ഷീപ്പിന് എനിക്ക് ഒരു കാരണവശാലും എന്തിട്ട് കൊടുക്കാൻ പറ്റില്ല? ഷീപ്സ് എന്നിട്ട് കൊടുക്കാൻ പറ്റില്ല. ഡിയറിന് ഡിയേഴ്സ് എന്നിട്ട് കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ എററിൽപ്പെടുന്ന സാധനമാണ്. കാര്യം പ്ലൂറൽ ഓൾറെഡി ഷീപ്പ് തന്നെയാണ്. മനസ്സിലായോ? അതായത് ഞാൻ പറയാണ് എനിക്കൊരു ഷീപ്പുണ്ട് എന്ന് പറയാണ്. ഇനിയിപ്പം അയാൾ പറയാം അല്ല എനിക്ക് കുറേ ഷീപ്പുണ്ട്, മെനി ഷീപ്പുണ്ട്. ഓൾ 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 എന്ന് പറയുന്നതിൻ്റെ കൗണ്ടബിളിലൂടെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഓൾ ഡിയർ പ്ലൂറൽ പറയും നമ്മൾ അല്ലേ? ഓൾ ഡിയർ അല്ലെങ്കിൽ എനി ഡിയർ, ഏതെങ്കിലും ഒരു ഡിയർ ആയാലും മതി എന്ന് പറയും. എന്ത് തരത്തിലുള്ള ഡിയർ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും സിംഗുലറിൻ്റെ കൂടെ. അതുപോലെ ഓൾ ഡിയർ സിംഗുലറായിട്ട് പറയും, അല്ല പ്ലൂറലായിട്ട് പറയും. അത് നമ്മൾ കൂടെ കൊടുത്തിരിക്കുന്ന ഈ അഡ്ജക്റ്റീവ് അനുസരിച്ച് നമ്മൾ മെനി എന്ന അഡ്ജക്റ്റീവ് അല്ലെ ഓൾ എന്ന അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്പർ അഡ്ജക്റ്റീവ്സ്, ന്യൂമറൽ അഡ്ജക്റ്റീവ്സ്, അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ പ്ലൂറലാണോ സിംഗുലറാണോ എന്ന്. ഒരു കാരണം വെച്ചാലും എസ് ഇട്ട് കൊടുത്തതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലൂറലിനെ വീണ്ടും പ്ലൂറലാക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനത്തെ കേസുകളൊക്കെ ശ്രദ്ധിച്ചോണം. ഗ്രാമാറ്റിക്കൽ എറേഴ്സിൽ പെടുന്ന കാര്യങ്ങളാണ്. സിംഗുലറും പ്ലൂറലും ഒന്ന് തന്നെയാണ്, അതാണ് കാര്യം. സ്വൈൻ അതുപോലെയാണേ, പന്നി എന്ന് നമ്മൾ പറയും. സ്വൈൻ പ്ലൂറലും സിംഗുലറും ഒന്ന് തന്നെയാണ്. ഓഫ് സ്പ്രിങ് സിംഗുലർ ഓഫ് സ്പ്രിങ് ആണ്, പ്ലൂറൽ ഓഫ് സ്പ്രിങ് ആണ്. ഒരു കാരണവശാലും ഓഫ് സ്പ്രിങ്സ് എന്ന് കൊടുക്കരുത്, ഓഫ് സ്പ്രിങ്സ്. അതുപോലെ തന്നെ നോക്കണേ, നമ്മൾ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയില്ലേ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓൾറെഡി സിംഗുലറും ആണ് പ്ലൂറലും. ക്വാർട്ടേഴ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഒരു ക്വാർട്ടേഴ്സും ഹെഡ് ക്വാർട്ടേഴ്സ് മെനി ഹെഡ് ക്വാർട്ടേഴ്സും, അതും കറക്റ്റ്. ഷ്രിംപ് സിംഗുലറും പ്ലൂറലും ഷ്രിംപ് തന്നെ. ബോർ കാട്ടുപന്നിക്ക് പറയാം, അതിന് പ്ലൂറലും സിംഗുലറും ബോർ തന്നെയാണ്. സിമിലർലി എയർക്രാഫ്റ്റ്, എയർക്രാഫ്റ്റുകൾ എന്ന് നമ്മൾ പറയണമെങ്കിൽ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ എയർക്രാഫ്റ്റ്സ് ഇട്ട് കൊടുക്കരുത്. സ്പേസ് ക്രാഫ്റ്റ്, ഹോവർ ക്രാഫ്റ്റ്. പിന്നെ കോപ്സ്, കോപ്സ് ശ്രദ്ധിക്കണം. ഈ കോപ്സ് എന്ന് പറഞ്ഞാൽ സേന എന്ന അർത്ഥമാണ്. സേന, പട്ടാളക്കാരിലെ സേന പറയില്ല, ആ കോപ്സ് ആയത്. വേറെ കോപ്പുണ്ട് കേട്ടോ, പോസിറ്റീവ് നമ്മൾ ഈ പറയില്ലേ നമ്മുടെ പോലീസ് എന്നർത്ഥം പറയില്ലേ, അത് പ്ലൂറലുണ്ടേ. കോപ്പ് കോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ കോപ്സ് ഡെഡ് ബോഡി എന്നർത്ഥം വരുന്നില്ലേ, അതിനും ഡെഡ് ബോഡീസ് കോപ്സസ് എന്നും പറയും. അതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് രണ്ടും വേറെയാ, ഇത് വേറെയാ. ഇത് സേന എന്നർത്ഥമാണ്. ഇത് കോപ്സ് പോലീസാണ്, ഇത് ഡെഡ് ബോഡിയാണ്. അതുപോലെ ക്രോസ് റോഡ്സ്, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ക്രോസ് റോഡ്സ് ഉണ്ട് എന്ന് പറയാൻ ചോദിച്ചു. എ ക്രോസ് റോഡ്സ്, എ ക്രോസ് റോഡ് എന്ന് പറയില്ല, എ ക്രോസ് റോഡ്സ്. വി ഹാവ് ടു പാസ് ത്രൂ എ ക്രോസ് റോഡ്സ് എന്ന് പറയാം. ഇനി കുറച്ച് ക്രോസ് റോഡ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആ വഴിക്ക്. സം ക്രോസ് റോഡ്സ്, പ്ലൂറൽ സെൻസിലാണ് സം ക്രോസ് റോഡ്സ്. ക്രോസ് റോഡ്സ് കാണുമ്പോൾ അത് സിംഗുലർ ആണ് എന്നും കൂടെ ഓർത്തോണം. അത് സിംഗുലറും ആണ്, അതേപോലെ അത് പ്ലൂറലും ആണ് എന്നുള്ളൊരു അത് നമ്മൾ ഓർത്തിരിക്കണം. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ബേസിക് ഇംഗ്ലീഷിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ്. സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നൗണുകളും ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് നൗണിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. നൗണിൻ്റെ നമ്പർ തീർന്നിട്ടില്ല. നമുക്കിനി നമ്മളിവിടെ ഇത്ര വരെ കൗണ്ടബിൾ നൗൺസ് മാത്രമേ പഠിച്ചുള്ളൂ. സിംഗുലറും പ്ലൂറലും ഉള്ള നൗണുകളെ പറ്റിയേ പഠിച്ചുള്ളൂ. ഇനി നമുക്ക് ഫോറിൻ നൗൺസ് പഠിക്കണം, കളക്റ്റീവ് നൗൺസ് പഠിക്കണം, അതുപോലെ തന്നെ അൺകൗണ്ടബിൾ നൗൺസ് പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ
എന്താ പറയുക, ജെൻഡർ, നൗണിൻ്റെ ജെൻഡർ പഠിക്കണം, അതുപോലെ നൗണിൻ്റെ പൊസഷൻ, നൗണിൻ്റെ കേസ്, നൗണിൻ്റെ പൊസഷനോട് പഠിക്കണം. ഇത്രയാണ് നമ്മൾ നൗൺ എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് അടുത്ത ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇന്ന് ഓൾറെഡി ടൈം ആയല്ലോ. നമുക്ക് ഈ ഒരു ഇതുകൊണ്ട് ഐഡൻറ്റിക്കലായ സിംഗുലർ പ്ലൂറൽ ആയിട്ടുള്ള നൗണുകൾ വെച്ച് നമുക്കിന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. നമ്മൾ പരമാവധി ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് അതുപോലെ ക്വസ്റ്റ്യൻസും വിത്ത് ക്വസ്റ്റ്യൻസ് അവിടുത്തെ അപ്പം തന്നെ നമ്മൾ എന്താ പറയുക ചെയ്ത് പോകുന്നതുകൊണ്ട് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നാളെ ഇപ്പോൾ ക്ലാസ് ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, അപ്പോൾ എന്നാൽ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.